ഒരു പെഞ്ഞൈ മാപ്പിള മങ്ങിലാവുടെ സന്ദർഭത്തിൽ ഫസ്റ്റ് ആണും പെണ്ണും ആണാവണോ ആണ് പെണ്ണ് പെണ്ണാവണം. ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പാടുന്നത് റിജാലു ഖവാമൂന അലൻ നിസാ, ആണിങ്ങ ചെല്ലത് പെണ്ണുക്ക് ജീവന കൊടുക്കുകയോ ആണുടെ കർത്തവ്യ യജമാന അവിടുള്ള ബദലുക ഒരു പെണ്ണിന്റെ സ്വർത്തവന്റെ പോലെ ഏത് വിഷയത്തില് പെണ്ണിന്റെ സംരക്ഷണാക്കുന്ന വിഷയത്തില് ആണ് ചെല്ലത് പെണ്ണിന്റെ പ്രൊട്ടക്ടർ അവളോ, ആണ് ചെല്ലത് പെണ്ണിന്റെ ഒരു ആയുധ പോലെ, ആണ് ചെല്ലത് പെണ്ണിന്റെ കാവലുകാരുടെ പോലെ. ഒരു പെണ്ണക വയസ്സാവുടെ സന്ദർഭത്തില് പെണ്ണിന്റെ സംരക്ഷണാക്കണായത് മക്കളെ കർത്തവ്യ. ഒരു പെണ്ണ് പാലക്കാർത്തിയായപ്പോ അവളെ സംരക്ഷണാക്കുന്നത് മാപ്പിളുടെ പണിയായിട്ടിക്കട്. ഒരു പെണ്ണ് ചെറിയ കുമ്പത്തുകോ കിടാവായിട്ട് കുമ്പത്തുകോ ആ സന്ദർഭത്തിൽ അവളെ കർത്തവ്യം പാപ്പയുടെ കയ്യിലായിട്ടിക്കട്. മാപ്പിളുടെ നോക്കുക വേണായിട്ട് മാപ്പിളുടെ മരുന്നുക മാപ്പിളുടെ വയറ് നിറക്കുക വേണായിട്ട് പെണ്ണ് ജോബുക്ക് പോകണ്ട. മാപ്പിളുടെ സംരക്ഷണത്തിന് വേണായിട്ട് പെണ്ണ് ഔതൗത്തുക്കും ചുറ്റി നടക്കണ്ട. മാപ്പിളുടെ വയറ് നിറക്കുക വേണായിട്ട് പെണ്ണ് കഷ്ട വന്നിട്ട് പേരിവിടെ തണ്ണിയിലിച്ചിട്ട് കാസാക്കട അകത്യ വണ്ടില്ല. എത്രത്തോളാണ്ട് കേട്ടെങ്കിൽ മാപ്പിള പെണ്ണായ ഇവിടെ സമ്പന്ന വർഗത്തിൽ പെട്ടവളോ അവളെ മാപ്പിള ബോധ്യല്ല കിട്ടിട ധാരാളം സ്വത്തുണ്ടൊരു പെണ്ണക. മാപ്പിളായവണ് ഗതിയില്ലാത്തവണ് സാധുവായ പാവത്ത മനുഷ്യാട്ട് കണ്ടെങ്കിലും സമയത്ത ഫിത്ർ സകാത്ത് അരി കൊടുക്കുന്ന സന്ദർഭത്തില് പെണ്ണിടെ ഫിത്ർ സകാത്ത് അരി പാവത്ത് മാപ്പിള കൊടുക്കണോ. പൈസ ഇന്ന ധാരാളം സമ്പത്തിന്റെ പെണ്ണിടെ ഫിത്ർ സകാത്ത് അരി മാപ്പിള കൊടുക്കണോ. ഇന്ന് മാപ്പിളയുടെ ഫിത്ർ സകാത്ത് അരി കൊടുക്കുക കാസില്ലേ, കൊടുത്തില്ലെങ്കിൽ ആയെങ്കിലും പെഞ്ഞയുടെ സ്വത്തുണ്ടല്ലേ ചെന്നിട്ട് പെഞ്ഞേക സമയത്ത് ഫിത്ർ സകാത്ത് കൊടുക്കുക കട്ടായമേ അല്ല. മാപ്പിള ചെന്നെങ്കിൽ അത് മനുഷ്യ ഇണ്ട് ആരോപത്തിലുള്ള മാപ്പിള ചെല്ലങ്ങ പുരിയ വിഷയത്തിന് മാത്രം പാകട എല്ലാവർക്കും ഗുന്തിന്നതേ. ഒന്നാമത്തെ കണ്ടീഷൻ പെഞ്ഞൈ മാപ്പിള ചെണ്ട ദാമ്പത്യ ജീവനത്തിൽ ഒരാൾ കടക്കണോണ്ട് കണ്ടെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ പരിശുദ്ധ ഇസ്ലാം പടിപാട്ട് മഹ്ർ കൊടുക്കണോ ചെന്നിട്ട് നീ നിന്റെ പെഞ്ഞയ്ക്ക് മഹ്ർ കൊടുക്കുക മംഗലാവോ ചെന്നിട്ടോ. ഞങ്ങളുടെ റായത്തിൽ പണ്ടത്തത് പോലെ അല്ല. നാളെ ചെറിയ കട സന്ദർഭത്തിൽ മഹ്ർ 5 രൂപ വെച്ചോണ്ടിരുന്നത്. മംഗലാമത്ത് റായത്തിൽ 5 രൂപ വെക്കണ മഹ്ർ, 10 രൂപ ബൈക്കട മഹർ കൊറിയ ടൈം 100 രൂപയ്ക്ക് ഉപയോഗിക്കും തുടങ്ങിയത്. ആ 100 രൂപ മാത്രം ഇപ്പൊ ഫിക്സ്. ഇപ്പൊ മഹർ ബൈക്കടല്ല ഉസ്താദ് മക്കൾ കൈ മടക്കിട നിക്കാഹിടല്ല പോയിട്ട് 100 രൂപ നല്ല തള്ളി ബൈക്കട എതിരെ പാർട്ടിന് 500 രൂപയുടെ നോട്ട് വെച്ചെങ്കിൽ 50 രൂപയുടെ കവർ ഒഴുകത്ത് തള്ളി ബൈക്കടി 50 രൂപയുടെ കൊണ്ട് അവിടെ വേണ്ട. ഈ പറഞ്ഞ പാർട്ടി കുറെ കണ്ടത് എതിരെ പാർട്ടി 500 രൂപ നോട്ട് ഉപയോഗിച്ചാൽ അപ്പൊ ഈ പാർട്ടി 500 രൂപ നോട്ട് കൊടുത്തു ആത്മഹത്യാക്കണോ. വൈകും 50 രൂപ കവർ ഒഴുകത്തിൽ വെച്ചപ്പോ കാണുന്നില്ലല്ലേ ഇങ്ങനത്തെ മനുഷ്യന്മാർ. അപ്പൊ പെണ്ണുക്ക് മഹ്ർ കൊടുക്കണം ഇസ്ലാം പഠിപ്പാട്ട് ഉണ്ട്. ഇസ്ലാമിന്റെ ഇഷ്ടമില്ലാതെ ഇസ്ലാമിന്റെ ഏതൊരു ഡിക്ഷണറിയും ഏതൊരു നിഘണ്ടു എടുത്തു നോക്കിയിട്ടുണ്ട് കണ്ടെങ്കിലും ഇല്ലാത്ത പുതിയൊരു സമ്പ്രദായമുണ്ട്. കാസി ചെണ്ട സമ്പ്രദായം എപ്പോഴും കേട്ടത് ചെല്ലില്ല. യാറ് ഒരു വിഷയം മാത്രം നടപ്പാക്കട്ട ബാലക്കാറ കാസി ഇസ്ലാമിന്റെ സമ്പ്രദായ അല്ലേ അല്ല. കാസി ഇസ്ലാമിന്റെ സമ്പ്രദായ അല്ലേ അല്ല. ഇസ്ലാമുക്കും അതുക്കും ഒരു പരിചയമേ ഇല്ല, സംബന്ധമേ ഇല്ല, ഒരു ബന്ധവും ഇല്ലതൊക്കെ. അത് കൊടുക്കുന്നതും എടുക്കുന്ന വിഷയത്തിൽ ഇസ്ലാമിൽ ഒരു നിയമവും സമയത്തില്ല. കാരണം അങ്ങനത്തെ ഒരു സമ്പ്രദായമേ ഇല്ലാത്തത് കൊണ്ടൊരു കിതാബ് ചെമ്മ ചർച്ചയാക്കില്ല. ഏതുമാവട്ട് ബാലക്കാറോ NRC പോലത്തെ വിഷയത്തിൽ പ്രതിഭടനാക്കുക പോണ്ടവനുള്ള ആറുണ്ട് തെരിയോടാ. മുസ്ലിം ഇടങ്ങളെ സംരക്ഷണക്ക് പോണ്ടവണോ വിഷയം നല്ലതേ ആയങ്ക അവിടെ ഏത് മുസ്ലിമിന്റെ സംരക്ഷണാക്കുന്നുണ്ട് തെരിയോണ നിക്ക്. ഒരു മങ്ങിലത്തെ പേര് വീഴ്ചിട്ട് പെഞ്ഞയുടെ ബാപ്പടെ ഭീതി കെട്ടിട്ട് പോയവണവണോ. NRCക്കാണ് വലിയൊരു മുസീബത്ത് ഉണ്ടാക്കണോ. അവണു എന്തായെങ്കില്ല ആ പെണ്ണയുടെ ബാപ്പായോണില്ലേ കാക്കാവിടവണില്ലേ അവന് പേങ്ങി മുമ്പില്ല. ഔത്ര പണയത്തേക്ക് വിട്ടെങ്കും ബട്ടിക്ക് കുമ്പന്തെങ്കും ബാങ്കയുടെ ബട്ടിക്ക് പൈസ എടുത്തെങ്കും ഫൈനാൻസിന്റെ കാസെടുത്തെങ്കും ഇന്ന ജാഗ്രത വിത്തിട്ട് ഭീതിക്ക് പോലെങ്കും സ്വന്തം ഔത്രപ്പെട്ടൊരു ലീസ് ബാടിക്ക് അകെടുത്തെങ്കും എന്തില്ലെങ്കിൽ പോയിട്ട് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഉറങ്ങടുങ്ങും തൊന്തരയില്ല. നക്ക് കിട്ടത് കിട്ടിട്ട് തീരൂ. ഈ രൂപത്തിൽ വലിച്ചെടുക്കണ ബാലക്കാറോ
ഇസ്ലാമുടെ വിഷയത്തിൽ പളക്ക പറയുക അർഹതയില്ല. എന്നാൽ ചില വിഷയത്തിൽ പളക്ക പറയുക നിക്ക് അർഹതയില്ല. ഒരു കുടുംബത്തെ, ഒരു മുസ്ലിം കുടുംബത്തെ അതും നിന്റെ സംബന്ധങ്ങളെ നീ ഭീതി കിട്ടവണോ, ബാങ്ക് കടത്തിയവണോ, പള്ളിക്ക് ബാങ്ക് കടത്തിയവണോ, ഇന്നതെല്ലാം വലിച്ചിട്ട് നീ തിണ്ടവണോ മോളെ. കാശിനക്ക് വേണ്ട 40 പവൻ ഇട്ടിങ്ങും കാശി വേണോട്ടില്ല 30 പവൻ ഏതായെങ്കും ഇടണോ. കാശി വേണ്ട 25 പവൻ കിട്ടിയെങ്കും ചെറിയ പിസയത് മനുഷ്യാലോചനാക്കിയത് നിക്ക് മാത്രം 25 പവന് കിട്ടണോ. ആ 25 പവനൊക്കെ വേണായിട്ട് പെണ്ണുക്ക് ജന്മ കൊടുത്ത ഉമ്മയും അല്ലെങ്കിൽ ബാപ്പുണ്ടല്ലോ, ആ ബാപ്പ എവിടേക്ക് പോയിട്ട് ബാങ്കിങ്ങും വില വിസയല്ല, എനിക്ക് 25 പവന് കിട്ടിട്ടേ തീരോ. കക്കക്ക് പോയിട്ട് കൊമ്പന്നെങ്കും വെറുതില്ല, നിക്ക് മാത്രം 25 പവന് കിട്ടിട്ടേ തീരോ. ഇസ്മായിൽ ഉസ്താദ് നിങ്ങളുടെ ആയത്തിൽ പണ്ട് മുഅദ്ദിനായിട്ടിരുന്ന ഉസ്താദ് ഇന്നലെ ഒരു കഥ ചിലരുടെ ഒരു ആയത്തിൽ നടന്ന ഒരു സംഭവത്തെ, പാവത്തെ ഒരു പെണ്ണുക്ക് മങ്ങിള, പാവത്തെ പെണ്ണുക്ക് മങ്ങിള, ആ മങ്ങിലത്തെ ഔത്രങ്ങ, ആ മങ്ങിലത്തെ ഔത്രങ്ങ ആ പെണ്ണിന്റെ കൊടുക്കൂടെ, ആ പെണ്ണിന്റെ കൊടുക്കൂടെ ചെറുക്കടങ്ങ ഉള്ളതല്ലേ, പെണ്ണിന്റെ കൊടുപ്പാൽ പാട്ട ഔത്ര ചെറുക്കട ഉള്ളല്ലേ. അങ്ങോട്ട് വേണ്ടി വെച്ചറ് 25 പവന് ബംഗാർ കിടി വേണ്ടി വെച്ചറ് 25 പവന് കൊടുറു 25 ഗ്രാമുക സമയങ്ങളിൽ കാശില്ലാത്ത പരിസ്ഥിതി എവിടമാ കാട്ടിട്ടും പേടിട്ടുമായിട്ട് ചിലപ്പോ മനുഷ്യ കൊമ്പയി കൊടുത്തത് അന്തും ഇന്തും കഡായ ഷർത്ത് ബീജ കാരണത്തില് ആ മനുഷ്യക്ക് കൊടുക്കുക തീരാത്ത പരിസ്ഥിതി സമയത്ത് ഈ കൊകുമയി ചൊല്ലുക സാധ്യല്ല. ഏതുമാവട്ടെ ഈ ദുനിയാവിൽ വെച്ചിട്ട് ഒരു പെണ്ണും ഒരു ആണും സുന്ദരമായ സന്തോളത്തെ സമയത്ത് കേട്ടെങ്കിൽ ആ പെണ്ണുടെയും ആണുടെയും നിക്കാഹുടെയും അതേപോലെ അണ്ടത്തെ മങ്ങിലത്തെ ഭക്ഷണനാളുടെ സന്തോള ഒരു ഉമ്മക്കും ബാപ്പക്കും കൊസിര നാളി ഏത് കേട്ടെങ്കിൽ അവളെ മോളെ ചന്തത്തിൽ മങ്ങിലാക്കി കൊടുക്കുന്ന നാള് അങ്ങനെ സന്തോളത്തിൽ മങ്ങിലാക്കി കൊടുക്കണായ ബാപ്പോത് നിക്കാഹ് വേണായിട്ട് ചെറുക്കട കൈ പിടിച്ചിട്ട് നിക്കാഹുടെ പളക ചെറുടെ കാണുമെന്നുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് ഇബാദത്തുടെ രൂപത്തിൽ സുന്നത്തായ രൂപത്തിൽ ഒരു ഉളു എടുത്തിട്ട് വന്നിട്ട് നിക്കാഹ് കൈകളോടുകൂടെ നെഞ്ഞി നമ്മളെ ചെന്ന് അവിടെ കേമ്പോളോടോ ഇന്നും കൈ കൊടുത്തിട്ടില്ല, നിക്കാഹുടെ പളക ചെന്നിട്ടില്ല. ഹോസ്പിറ്റലിൽ എത്തുപാട്ട് കാണുമെന്നുള്ള ആ മനുഷ്യ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു പോകണ്ടോ. മനുഷ്യരെ ആ മനുഷ്യരെ തലയിടും, ആ മനുഷ്യരെ കൽബിൽ എത്ര ടെൻഷനിക്കല, എത്ര പേടിക്കല പടച്ചറക്ക്. ഈ സുന്ദരമായ നിക്കാഹൊന്ന് കഴിഞ്ഞാൽ പിന്നെ നാളിന്ന് ഔത്തുക പോയങ്ക, നാളെ നിനക്ക് പള്ളിക്ക് പോകണ്ടേ, നാളെ നിനക്ക് മാർക്കറ്റിക്ക് പോകണ്ടേ, നാളെ നിനക്ക് നല്ല ഉത്തര പരിധിലിയണ്ടേ, ആരെങ്കിലും മരിച്ച ഞങ്ങൾ ഔത്തുക പോകണ്ടേ, മങ്ങിൽ നിങ്ങൾ ഇവിടേക്ക് പോകണ്ടേ. എങ്ങനെ പോകട്ടെ പടച്ചവന്. എവിടെ പോയി എന്നെ പിടിച്ചു പോയിക്കിടങ്ങ ഉള്ളത് പൈസ താളാ കടയെടുത്തത്, ബംഗാറുടെ പൈസ ബാക്കിയുണ്ടുള്ള, അരിസാമാന്റെ പൈസ ബാക്കിയുണ്ടുള്ള, ഡ്രസ്സിന്റെ പൈസ ബാക്കിയുണ്ടുള്ള, സാമിയാനത്തെ പൈസ ബാക്കിയുണ്ടുള്ള, ഡെക്കറേഷന്റെ പൈസ ബാക്കിയുണ്ടുള്ള, എന്ത് കേട്ടും നാല് ഭാഗത്തും ബാക്കി പേച്ചിട്ട് ആ മനുഷ്യ കൗസര പരിധിയിലേക്ക് തീരാത്ത പരിസ്ഥിതികള് ടെൻഷനിലിക്കട സന്ദർഭ മനുഷ്യ അല്ലാഹു പൊരുത്തപ്പെടാത്ത സ്വരമോണ്. ബംഗാറുടെ റേറ്റ് ചെന്നിട്ട്, ബംഗാറുടെ തൂക്ക ചെന്നിട്ട് ഒരു കുടുംബത്തെ ഭീതി കിട്ടിട്ടല്ലേ നീ നിന്റെ മങ്ങിലാവുന്നത്. ദീർഘാഭിഷേകത്തെ ചെല്ലല നിന്റെ ദമ്മല പ്രദേശത്ത് നല്ല മുസ്ലിമിങ്ങള് മങ്ങിലാവുക ബാക്കിന്ന ബാളക്കാറോ നിക്ക് വേണായത്. നിന്റെ മക്കൾക്ക് ജന്മ കൊടുക്കുക ഒരു ഉമ്മല്ലേ, നിന്റെ മക്കൾക്ക് ജന്മ കൊടുത്തൊരു ഉമ്മ അവിടെ പോലോത്തൊരു പെണ്ണല്ല നിക്ക് വേണായത്. നിന്റെ കഷ്ടത്തിലും സുഖത്തിലും നിന്റെ വീട്ടിൽ ദൈക്കട പോലോത്തൊരു പെണ്ണല്ല നിക്ക് വേണായത്. മോളെ ദുനിയാവിലും ആഖിറത്തിലും ദമ്പതിമാരെ പോലെ ജീവനം നടത്തുക വേണായിട്ട് ഒരു പെണ്ണല്ല വേണായത്. കാശി വേണ്ട, ബംഗാറിത്ര ഇടണോണ്ടും ചെല്ലണ്ട, ഇടത്ര ഇടറുകൊണ്ടും ചെല്ലണ്ട. നിക്ക് നല്ലൊരു പെണ്ണിടെ മാത്രം സെലക്ട് ആക്കും പ്രയത്നാക്കുമോണ്. അതിൽ നിന്ന് ബർക്കത്ത് വേറെ എവിടെയും കിട്ടല മനുഷ്യ. ഒന്നാമത്തെ കണ്ടീഷൻ പെണ്ണുക്ക് മഹ്റ് കൊടുക്കണോ ചെന്നിട്ട് നീ നയിക്കിടവണോ, പെണ്ണ് നയിക്കിടവളല്ല നീ നയിക്കിടവണോ. പെണ്ണിടെ ബാപ്പാട് കണ്ണുക്ക് നയിച്ചെങ്കും ആ ബാപ്പക്ക് ഒരു പെഞ്ഞയുണ്ട് ബൽത്തുകോ, ആ ബാപ്പക്ക് മക്ക ഉണ്ട് ബൽത്തുകോ, ബാപ്പക്ക് കഷ്ടവും സുഖവും ഉണ്ട്. ആ മനുഷ്യക്ക് നയിച്ച കാസ് അതുക്കുമോണെ എനിക്ക് കാസ് തറകല്ല, എനിക്ക് ബംഗാറ് തറകല്ല. നിന്റെ പെഞ്ഞയുടെ ചന്താക്കള നിക്ക് തന്റെ പെണ്ണിടെ നിക്ക് പെണ്ണ് തന്റെ ബാപ്പയുടെ പണിയല്ലത്. നിന്റെ പെഞ്ഞയാവുക പോണ്ടവിടെ ചന്താക്കിടെ ചമയിച്ച് ബീക്കടതും ബംഗാറെല്ലാം ഇട്ട് ബീക്കടത്, നല്ല നല്ല ഡ്രസ്സെല്ലാം എടുത്ത് കൊടുക്കണതോ പെണ്ണുക്ക് ജന്മ കൊടുത്ത ഉമ്മയുടെ പണിയല്ല
ബാപ്പട പണിയല്ല ബദലക നിക്ക് പിഞ്ഞയായിട്ട് പണ്ടത് നിക്ക് ചന്ത കാണുകല്ല മോള് ആ പെണ്ണുടെ ഉമ്മകും ബാപ്പകും കുടുംബത്തിന്റെ ചന്ത കാണുകൊള്ളതല്ല ബദലക നിക്ക് ചന്താവുക വേണായിട്ടല്ലേ നിന്റെ പെഞ്ഞയുടെ നീ കുമ്പണ്ടത് അവൾക്ക് എത്ര ബംഗാറ് വേണം നീട്ടുകൊടുള്ള മഹറുടെ രൂപത്തില് 50 60 80 90 100 എത്ര പവണ വേണം നിന്റെ പെഞ്ഞയ്ക്ക് നീ മഹർ ഉപയോഗിച്ചിട്ട് ആ പെണ്ണക്ക് നീ മഹർ കൊടുത്തിട്ട് നീ മംഗലാവുക പ്രയത്നാക്ക് ചിലപ്പോ കൊറിയാനുള്ളത് പെണ്ണ് നോക്കും പോയപ്പോ കൂടെ 25 പോണ്ട മാലുള്ള വെയ്ക്കിടാറ് മുന്നോളും പിറക്കും ഗിഫ്റ്റ് അത് ഇത് മോതിരമാലുള്ള കൊടുക്കാറ് മഹർ വെയ്ക്കിടത് മാത്രം ഒരു ഫോണോട് 1.25 ഫോണെടുത്ത് അല്ലെങ്കിൽ അര ഫോണോട് എന്തെങ്കിലും ചെറിയൊരു കണ്ട എന്തുകൊണ്ടുണ്ടാ ചിലപ്പോൾ തലാക്ക് ആക്കടെങ്കിൽ പിടിച്ച് വെയ്ക്കിടാറ് അയക്കാനിട്ട് ബാക്കിയുള്ള കൊടുത്തത് റിട്ടേൺ ആ മഹർ വെയിച്ചത് അവളിക്ക് ഈ സ്വഭാവം ഇങ്ങനത്തെ കുതിക്കട ബുദ്ധിയുടെ കൊനയുടെ കാണി ബുദ്ധി ചന്ത ഉണ്ട് നമുക്ക് അപ്പോ ഒന്നാമത്തെ കണ്ടീഷൻ മഹർ ആ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിക്കണം നീ നോക്ക് നിക്കാഹയുടെ പളക്കച്ചളുടെ സന്ദർഭത്തിൽ ഒരു പളക്കച്ചൽ ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹി ബിഇഹ്സാൻ നിന്റെ മങ്ങിൽ വലിയ തങ്ങളെ വീണോ സാധാരണ ആൾമാർ ആവുള്ള ഉസ്താദെ തങ്ങളെ പറകു ചെന്നര വലിയ ആലിമയുടെ പറകു ചെന്നര ആ ഉസ്താദിന്റെ പറകു സകല ഉസ്താദുമാരെയും ദഅവത്ത് കൊടുത്ത ആയത വലിയ ദഅവത്ത് കൊടുത്ത എല്ലാവരും സമ്മേളിച്ചൊരു മങ്ങിൽ തണ്ട് എല്ലാവരെയും സാക്ഷിയാക്കിയിട്ട് ഒരു പളക്കച്ചണ്ട് ഉസവ്വിജുക നാളെ നിക്ക് മങ്ങിലാക്കി തന്നെ അലാമാ അമറല്ലാഹു തആല അല്ലാഹു പഠിപ്പാട്ടി രൂപത്തില് ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ നിന്റെ പെണ്ണയാവുക പോണ്ട ആള് അല്ലെങ്കിൽ കാക്കായോടെ നിന്റെ കൈ പിടിച്ച് ചെല്ലട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പെണ്ണിയുടെ മേൽ കർത്തവ്യം ഉണ്ടാ ആ കർത്തവ്യത്തെ പാലനാക്കുവാനായിട്ട് നിന്റെ മോളായവളെ നീ പെണ്ണയായിട്ട് സ്വീകരിക്കുന്ന സന്ദർഭത്തില് ഒരു പെണ്ണക എന്നുള്ള ഇഹ്സാൻ ആക്കണ എങ്ങനെ പിരിസബിക്കണ ആ രൂപത്തിൽ പിരിസബിക്കുക അല്ലാഹുവിന്റെ പേര് ചെന്ന് നിൽക്കുന്നതാണ് നിന്റെ മോളെ തന്നലാ ചെന്നിട്ട് കാക്കായോടെ ചെല്ലത് ഒരു നാളുടെ സുഖസുഖല്ല ഒരു തിങ്ങളുടെ സുഖത്തുകല്ല ഒരു 10 വർഷത്തെ സുഖത്തുകല്ല നിക്കൊരു പെണ്ണിടെ തണ്ടര് 50 വർഷത്തെ സുഖത്തുകല്ല നിക്കൊരു പെണ്ണിടെ തണ്ടര് ആഖിറത്തിലും സമയത്ത് നിന്റെ ഒട്ടിಗೆ ಸೇರುക വേണമായിട്ടുള്ള ശാശ്വത സുഖത്തും സന്തോഷത്തും വേണമായിട്ട് ആ മനുഷ്യനിക്ക് പെണ്ണിടെ ശാശ്വതമായിട്ട് തണ്ട് പൂനേള് പോലിട്ട് 10-20 വർഷത്തോളം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കഷ്ടപ്പെട്ട് വളർത്തിയ എല്ലാ കഷ്ടത്തിലും സുഖത്തിലും ചെറിപ്പാട്ടിനും കളിപ്പാട്ടിനും ആ പെണ്ണിടെ ഒട്ടിಗೆ ഇന്ന സ്വന്തം ബാബ നിക്ക് ശാശ്വതമായിട്ട് പിന്നെ തണ്ടര് ആ പെണ്ണിക്ക് പിന്നെ നീണല്ലാണ്ട് വേറെ ആരുമില്ല മോളെ അതുകൊണ്ടിട്ട് മുസ്ലിമേ മംഗല അവിടെ സന്ദർഭത്തിൽ മഹർ കൊടുക്കൂ അത് ഇസ്ലാം പഠിപ്പാട്ട് രൂപത്തിലാവട്ടോ രണ്ടാമത്തത് പരിശുദ്ധ ഇസ്ലാം പഠിപ്പാട്ടത് പിന്നീട് ഒട്ടിയൊരു മാപ്പിളകുന്ന കർത്തവ്യം എന്തുണ്ട് കേട്ടെങ്കിൽ അന്നഫഖത്തോ അവളെ ചെലവ് കൊടുക്കുന്നത് ഒരു പെണ്ണിടെ കർത്തവ്യമായിട്ട് കിട് പെണ്ണിടെ ചെലവ് ആരത് മാപ്പിളയുടെ പണി യന്ത്രത്തിലല്ല തുആമുൻ മസ്കനുൻ മൽബസ് അവളെ ഡ്രസ് അവളെ ആഹാര അവളെ ദൈകൊഗിന്നെ ഒരു ജാഗ ഒരു വിഷയ നമ്മളുടെ മുസ്ലിമുകളെല്ലാം ചിലടത്ത് പോണ്ടേ നിന്റെ മോളെ നിന്റെ ഉത്തര ബാളക്കാർത്തി പെണ്ണിന്റെ മങ്ങിലാവ് ഗുള്ളലുണ്ട് കണ്ടെങ്കിൽ പൊതു പളക്ക പറയുക പോണ്ട സന്ദർഭത്തിൽ ഗൾഫിയുടെ അറബിമാർ യന്ത്രാക്കിടറുണ്ട് പഠിക്കണമെന്നേ അത് ഇസ്ലാമിയുടെ സമ്പ്രദായം ഉള്ളത് മങ്ങിൽ എങ്ങനെ പൊതുപളക്ക പറയ പോണ്ട സന്ദർഭത്തിൽ ചെറുക്കക്ക് സ്വന്തം അകവുണ്ട് സ്വന്തം അകയില്ലാത്ത അറബിയുടെ പെണ്ണ് കൊടുക്കില്ല അബ്ബടൗത്തിൽ പെണ്ണ് കൊടുക്കില്ല അവിടെ അർത്ഥാക്കണോ ഞങ്ങൾ ഇപ്പൊ സാധാരണ പെണ്ണ് നോക്കുക പോണ്ട പെണ്ണ് നോക്കല്ല ചെറുക്കട നോക്കുന്ന തെരിയൊക്കെ പഠിക്കുകയുള്ള പോണ്ട പോയിട്ട് വലിയ 2 ഫ്ലോർ 4 ഫ്ലോർ ആകവും ബിൽഡിങ്ങും കാറും പത്രാസും ബംഗ്ലാവുള്ള കാണുമ്പോഴത്തേക്കോ ഭാരി വലിയ ആക്കളാ ഞങ്ങളെ പെണ്ണ് പോണ്ടത് ഭാരി ഭാഗ്യം ചാൻസിൽ കിട്ടിപ്പോയി തങ്ങത്ര ആരത് അതുകൊണ്ട് അബ്ബടത് ಅದಕ್ಕೆ ಓದಿ ಅಂಜಿಟ್ಟು ಭಕ್ತುಂಡವಡ ಆಣು ಪೆಣ್ಣು ಚೊಂದು ಊನು ಗೊರ್ತಗೊಳ್ಳದಲ್ಲದು കിട്ടിയങ്ങ് കിട്ടി തപ്പ ചവിട്ടി വർത്താക്കി ആക്കിತ್ತು ನಂಬೋಗಾವಿಲ್ಲ അത് നിന്റെ പെണ്ണുക്ക് പോയിട്ട് തേക്കുന്നത് അകല്ലത് കാരണം അവൾ അപ്പടതക ಅದಕ್ಕೆ ഓതിക ആളുണ്ട് അയാൾക്ക് വേറെ മക്കളുണ്ട് ആണും പെണ്ണും മക്കളും പുള്ളിയും ചള്ളിയെല്ലാം ഉണ്ടത് ಅದಕ್ಕೆ ഓതിയുണ്ട് ആളുണ്ട് ചിലപ്പോ നിന്റെ മോനെ സമയില്ലാണ്ട് കണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാളെ സമയില്ലാണ്ട് ചവിട്ടി ഭർത്താക്കും നടക്കുള്ള തന്റെ ഉത്തരം ചെന്നെങ്കിൽ ചൊന്തിച്ചൊന്തു അയാൾക്ക് അതൊക്കെ അധികാരമുണ്ട് ഓതി കിട്ടേ അയാൾ കണ്ണു മുച്ചിൽ പിന്നെ മുന്നുള്ളത് ഓതിയൊന്നും കിട്ടല കേസ് കൊടുക്കും പോലെ ഇല്ല അയാൾ ഹയാത്തിക്കട സന്ദർഭത്തിൽ ചവിട്ടി ഭർത്താക്കിയാൽ അപ്പൊ എന്ത് വേണായത് നന്റെ മോളെ മങ്ങിയ അവിടെ ചെറുക്കക്ക് സ്വന്തം അകവുണ്ട
ഞങ്ങളെ കർണാടക ഈ പ്രദേശത്തിലുള്ള സ്വന്തം ഔത്തുൽ നോക്കുന്ന ക്രമമില്ല. സ്വാഭാവികമായിട്ട് മങ്ങിലായിട്ട് കഴിഞ്ഞ് കുട്ടിയെല്ലാം പിന്നെ ശല്യ പുള്ളി അവിടെ സന്ദർഭത്തിൽ അടിയും പിടിയും കത്തും കുത്തു ആയാലും പിന്നെ വല്ല ഭർത്താവിടെ കെട്ടി വേറെ പോകുമ്പോണ്ടേ. അപ്പൊ അത് ഞങ്ങളെ സമ്പ്രദായ. അപ്പൊ എന്താക്കടേ മിനിമം അവണ് ഉണ്ടല്ലെങ്കിൽ നാളെ ആ ബാപ്പ ഭർത്തിട്ടെങ്കിൽ അല്ലെങ്കിൽ ബാപ്പയുടെ ഭർത്തുണ് വന്നിട്ട് കണ്ടെങ്കിൽ രണ്ട് മോള് അകക്കെട്ട പോലത്തെ പവർ അവനൊട്ടിക്കുണ്ടാ, അങ്ങനത്തെ നയിപ്പവണുകൊണ്ട, ആദായത്തെ തെരുവുണ്ട, അല്ലെങ്കിൽ അതുപോലത്തെ എഡ്യൂക്കേഷൻ അവണുകൊണ്ട നയിക്കിടവണ അല്ല ബീതി വികാരിയ നോക്കണോ പെഞ്ഞയ്യാവണു അക കെട്ടിക്കൊടുക്കുന്നത് മാപ്പിളുടെ കർത്തവ്യ. ഗൾഫിലെല്ലാം അങ്ങനെ മങ്ങിൽ പൊതുപളക്ക പറയുമ്പോൾ ഫസ്റ്റ് ബാപ്പാനാണ് മങ്ങിലവട്ടെ കേൾക്കുമ്പോഴത്തേക്ക് അകെടുത്തള അകല്ലെടുത്തിട്ട് കാറെല്ലാം എടുത്തിട്ട് പിന്നെ മങ്ങിലായിട്ട് ഒത്തുകൊന്നു പോയിട്ട് നേരെ കൊണ്ട് സ്വന്തം അത് ക്രമ ഉമ്മ ബാപ്പയുടെ കൂടൊന്നുണ്ടല്ല അത് വിശ പിന്നെ നോക്കണം. സ്വന്തം അക കെട്ട പവർ വേണം, കപ്പാസിറ്റി വേണം. രണ്ടാമത്തേത് അവളുകു ആഹാര അവളെ ബയറുന്നവരോട് ആഹാര കൊടുക്കുന്ന ശക്തി വേണം, അത്ര നയിപ്പ് വേണം. അവനു കഞ്ഞായങ്കോ ചോറായങ്കോ ബിരിയാണിയങ്കോ എന്തെങ്കോ ബയറ് നിറക്കണം. അവൾക്ക് പൈക്കുമ്പത്തേക്ക് ബയറ് നിറക്കണോ, നിക്ക് വേങ്ങിടിക്കുന്ന അവൾക്ക് എന്താക്കും പോലെ ഇല്ല. അവളൊരു പെണ്ണ്. ദീർഘചലന ചരിത്രത്തെ മൂന്നാമത്തെ ഇസ്ലാം പഠിപ്പെട്ട ഡ്രസ് അവൾക്ക് അവളെ മൽബസ് അവളുടെ ഡ്രസ് ചെന്നെങ്കിൽ അവൾ ആഭരണായിട്ടിക്കോ ബംഗാറായിട്ടിക്കോ മോദറായിട്ടിക്കോ ചൈനായിട്ടിക്കോ അതേപോലെ അവൾക്ക് സാരി ആയിട്ടിക്കോ അല്ലെങ്കിൽ ചുരിദാറായിട്ടിക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡ്രസ് ആയിട്ടിക്കോ അവളെ ചെറുപ്പായിട്ട് ഏതും ആവട്ടോ അവൾക്ക് ഉപയോഗാക്കുന്ന ഡ്രസ് നീ എടുത്തു കൊടുക്കണോ. ഇത് നിക്ക് തീരങ്ങ് മാത്രം നീ മംഗലാം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുടെ പെഞ്ഞൈ ബണ്ട് വരുന്നാൾ അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു ധനികനായ പ്രമാണിയായ സ്വഹാബി. ബദർ പോലത്തെ യുദ്ധമെല്ലാം നടക്കുക പ്രമുഖ കാരണമേ അബൂ സുഫിയാൻ ഇസ്ലാം ബണ്ട് കാണുന്നുള്ളൂ. ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുടെ പെഞ്ഞൈ വരുന്നാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട ബണ്ട് ചെലട് യാ തന്റെ മാപ്പിളായവണ് ചിലപ്പോ വിദേശത്തേക്ക് പാണ്യത്തുകളിലെ പോയെങ്കിൽ കച്ചവടത്തേക്ക് പോയെങ്കിൽ തിരിഞ്ഞു പണ്ട സന്ദർഭത്തിൽ തിങ്ങൾ കെട്ടല കളിയുടെ നബിയെ ആ സന്ദർഭത്തിൽ നാണും എന്റെ മക്ക പട്ടിണിയാവുടെ സന്ദർഭം വന്നെങ്കിൽ അന്നെങ്കും നബിയേ മാപ്പിളയുടെ പെർമിഷൻ ഇല്ലാണ്ട് അവന്റെ സ്വത്ത് നിനക്ക് എടുക്കമാ നബിയേ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു ഖുദീ മിൻ മാലിഹി ബിൽ മഅറൂഫി മാ യക്ഫീകി വയക്ഫീ ബനീ. പെണ്ണെ നീള് നിന്റെ നിക്കും നിന്റെ പെണ്ണിന്റെ മക്കൾക്കും പയർ നിറവിടത്ര മാത്രം നീളി എടുക്കാൻ നിന്റെ മാപ്പിളയുടെ പെർമിഷൻ ഇല്ലാണ്ട് നിക്കും നിന്റെ മക്കൾക്കും ഇടത്ര ഡ്രസ്സുകൾ മാത്രം നിന്റെ മാപ്പിളയുടെ കയ്യിൽ എടുക്കാൻ നിക്ക് അത്യഗത്യ മറന്നുക വേറെന്തെങ്കിലും ചെലവുകൾ എന്തെങ്കിലും വേണമെങ്കിൽ നിന്റെ മക്കൾക്കും നിന്റെയും ചെലവുകൾ മാത്രം നിന്റെ മാപ്പിളയുടെ കയ്യിൽ എടുക്കുവാനായിട്ട് പെർമിഷന്റെ അകത്തില്ല പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. മാപ്പിളയുടെ പെർമിഷൻ അവളെ ചെലവ് എടുക്കടിക്ക് അവന്റെ പെർമിഷൻ കേൾക്കൊണ്ടില്ല. നാളെ സുബൈക്ക് മൂത്രം നിങ്ങളെ കീസിൽ എന്ന പറസിൽ കാശ് കാണട്ടെങ്കിൽ നന്റെ ചൊല്ലു തീർന്നു പിന്നെ ഉസ്താദ് ദ്വാരക്കൂറും പള്ളിക്ക് മജ്ലിസ് വന്നിട്ട് നല്ല 1000 രൂപ 10,000 രൂപ കാണാണ്ടായിട്ട് ഉസ്താദ് ചെന്നിട്ട് ഇവിടെ വന്നിട്ട് ദ്വാരക്കും കൊടുക്കണ്ട. ഇനി പെണ്ണിങ്ങ കട്ടിട്ട് കിറ്റി മുത്ത അടി തിന്നെ നാണയിക്കാണല്ല. അപ്പൊ ഏതുമാവട്ടെ പെണ്ണി ചെലവ് കൊടുക്കുന്ന പണി മാപ്പിളക്കുള്ളത്. കൊടുത്തില്ലെങ്കിൽ അവള് അകത്യത്തിൽ എടുക്കാം. മാപ്പിളുടെ പെർമിഷൻ അവൻ കൊടുക്കില്ലാണ്ട് അല്ലെങ്കിൽ പെർമിഷൻ ഇല്ലാണ്ടും എടുക്കാം. എത്ര അവൾ അകത്യത്തിനുമായി വേറായിട്ട് മാത്രം ഉണ്ട്. കണ്ടില്ലേ ഷോപ്പിംഗ് മാർക്കറ്റും അവിടെയും ഇവിടെയും ചുറ്റി നടക്കരുത്. അടിയായ പാമ്പട് പോലെ ചുറ്റി നടക്കുന്ന ഒരു വർഗമുണ്ട്. പോയിട്ട് രമേഷാണ്. അപ്പൊ അന്തും ഇന്തും പിന്നീട് ചെലവ് മാപ്പിളുടെ പണി. അതേപോലെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു ഹുസ്നുൽ അശ്റ. നിന്റെ പെഞ്ഞയുടെ ഒട്ടിಗೆ സൽ സ്വഭാവത്തിൽ നീ പെരുമാറണം. പെണ്ണുങ്ങളെല്ലാം ഭാരി ഉസ്താദ് മാപ്പിളുടെ പൂർത്തിയാണ് ഭർത്ത കളിക്കുന്നുണ്ട്. നിന്റെ തുണ്ടി കുറെ കളിക്കും. അപ്പോ വആശിറൂഹുന്ന ബിൽ മഅറൂഫ്.
ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ചൊല്ല നിന്റെ പെഞ്ഞയുടെ പൊട്ടിക്ക് നല്ല വർത്തന ലഭിയാണ് നിന്റെ സ്വഭാവ ശൈലി. അവളെ കുത്തുകില്ല, അവളെ പറയുകില്ല, അവളെ ശാപീകുകില്ല, അവളെ ചെറുതാക്കുകില്ല, അവളെ ഇൻസൾട്ട് ആക്കുകില്ല, അവളെ മനസ്സിന് നമ്പലാക്കുകില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ല അദമുൽ ഇദ്റാർ നിന്റെ പെഞ്ഞയുടെ നീ ഉപദ്രാക്കണ്ടടാ. എന്റെ പിരിസത്തെ സഹോദരി ഉമ്മമാരെ പെങ്ങന്മാരെ നിന്റെ ഊത്തുല നിന്റെ മാപ്പിള കുത്തുടവണിന്നെങ്കിൽ പറയിടവണിന്നെങ്കിൽ നിന്റെ ശരിയാക്കിടവണിന്നെങ്കിൽ നിന്റെ തമാശ ആക്കിടവണിന്നെങ്കിൽ നിന്റെ ചാടി ഫസാദാക്കിടവണിന്നെങ്കിൽ നിന്റെ എറിസബണ്ടവണിന്നെങ്കിൽ ബഹുമാനപ്പെട്ട ഇസ്ലാം മുസ്ലിമായ മാപ്പിളയുടെ പരിപാട് അതുമുള്ള അവൾക്ക് നമ്പലാക്കണ്ട, അവൾക്ക് നമ്പലാക്കണ്ട, അവൾ ഉപദ്രാക്കണ്ട, അവൾക്ക് അതേപോലെ ബേജാറാക്കി പാട്ടണ്ട. ബാലക്കാരാ നിന്റെ പെഞ്ഞി ആറുണ്ടെന്നാണ് നിനക്ക് പരിപാടി തരട്ട. അവളെ ബാപ്പടെ ബുട്ട് വന്നവളോ ജന്മ കൊടുത്ത ഉമ്മടെ ബുട്ട് വന്നവളോ ഉമ്മടെ കണ്ണുടെ തണ്ണി ഒൽകിട് ആ പെണ്ണോട് മണിയിലാകെ തന്റെ സന്ദർഭത്തില് നന്റെ മോളിന് നന്റെ ബുട്ട് പോയളല്ലേ ചെന്നിട്ട് ആ ഉമ്മക്കും ബാപ്പക്കും ഇന്ന് അവള് കഷ്ടത്തിനും സുഖത്തിനും കിട്ടില്ല. നീന് കടത്തിങ് മാത്രം അവൾ ഔത്തുക്ക് പോണായത് കേരടിക്ക് ഒരു ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട ഒരു സ്വഹാബിയുടെ കുടുംബത്തൊരു പെണ്ണിങ്ങ കടത്രയാ റസൂലല്ലാഹ് ഇന്നാലിന്ന പെണ്ണിങ്ങ നിന്റെ കടത്തിയ നബിയേ ആ പെണ്ണിങ്ങളെ കുടുംബത്തെ ആള് നബിയേ ആ പെണ്ണിങ്ങളെ മാപ്പിള വിദേശത്തേക്ക് പാണിയത്തേക്ക് പോയിട് പറമ്പത്തേക്ക് ചെമ്മനേറാവോ ചെമ്മൻ ആളാവോ യാ റസൂലല്ലാഹ് ആ പെണ്ണിങ്ങളെ ബാപ്പക്ക് ഉഷാറില്ല നബിയേ. അങ്ങനെ ബാപ്പ കേട്ടോണ്ടുണ്ട് മോളെന്ന് പോയങ്കാവ നബിയേ. പെർമിഷൻ കേൾക്കുക ആധുനിക സൗലഭ്യം ഇല്ല, ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ല, മൊബൈൽ ഇല്ല, ഇതൊന്നില്ലാത്ത കാലല്ല റസൂലേ. മാപ്പിള പണ്ടെ കാണുമെന്നുള്ള പെർമിഷൻ ഇല്ലാണ്ട് പോയങ്കാവ് നബിയേണ്ട് കേട്ടപ്പോ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആവില്ല മാപ്പിളയുടെ പെർമിഷൻ ഇല്ലാണ്ട് ബാപ്പടെ നോക്കു പോകാവില്ല. അങ്ങനെ ആ പെണ്ണൗത്തിൽ വെച്ചിട്ട് ദ്വാരന്നത്തെ ബാപ്പക്ക് കുറെ നാള് കഴിഞ്ഞപ്പോ പിന്നെയും ഈ പെണ്ണിങ്ങ സ്വഹാബിയുടെ അല്ലാഹുവിന്റെ റസൂലുടെ മുട്ട കടത്തറ് കടത്തിരി യാ റസൂലല്ലാഹ് ആ പെണ്ണിങ്ങ കടത്തിയ നബിയേ ആ പെണ്ണിന്റെ ബാപ്പ സീരിയസിലുണ്ട് റസൂലേ മോളെന്നുള്ള ആട്ടുകൊന്നു നോക്കുക വേണ്ടിട്ട് ആശപ്പെട്ടോണ്ടുണ്ട് നബിയേ. പോയങ്കാവ് നബിയുണ്ട് കേട്ടപ്പോ മാപ്പിളയുടെ പെർമിഷൻ ഇല്ലാണ്ട് പർത്തികളിയും പോലെയല്ല ഈ സ്വാമി പോയിട്ട് പെണ്ണിടൽ വിസേജന്ത്. അങ്ങനെ കുറെ നാള് കഴിഞ്ഞപ്പോ ബാപ്പ മരിച്ചിരടി ഒന്ന് വന്ന് നോക്കിടി ചെന്നിട്ട് ആരോ ചെന്നു കൊടുത്തത് മരിച്ച വിഷയത്ത്. അങ്ങനെ ഈ സ്വാമിയുടെ പിന്നെയും ആ പെണ്ണിങ്ങ കടത്തറ് യാ റസൂലല്ലാഹ് ആ പെണ്ണിങ്ങളെ ബാപ്പ മരിച്ചിരു നബിയേ ബാപ്പയുടെ മയ്യത്തൊന്ന് നോക്കിയങ്കാവ നബിയേ. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാപ്പിളയുടെ പെർമിഷൻ ഇല്ലാണ്ട് ബാപ്പയുടെ മയ്യത്ത് സമയത്ത് നോക്കും പോലെയില്ല പിരിസത്തെ മുസ്ലിമേ. പിന്നെയും ആ പെണ്ണിങ്ങ പോയതേ ഇല്ല. ഒരു നാള് കഴിഞ്ഞാൽ പിന്നെ മാപ്പിള ബന്ധ് പെഞ്ഞയുടെ വിഷയത്തിന്റെ ബേജാറായി പോയത് വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെലട് നബിയേ ആ പെണ്ണവളെ ബാപ്പട നോക്കു പോകുന്നുണ്ട് പെർമിഷൻ ഞാൻ കൊടുക്കാത്ത നബിയേ ഞാനത് പൊരുത്തപ്പെടാത്ത നബിയേ എന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബേജാറാവണ്ട. ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബാപ്പട കാട്ടി കൊടുക്കുക. ആ പെണ്ണ് സബറുടെ സ്വാരിയത്തായ പെണ്ണ് നീ ഭാഗ്യവന്തളാത്തൊരു പെണ്ണ് കിട്ടിയത് ചെന്നിട്ട് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പെണ്ണിടെ മംഗലാവിടെ സന്ദർഭത്തിൽ ഈ കണ്ടീഷൻ വെച്ചിട്ടേ അവള് നാണിന്ന് മഹർ കൊടുത്തിട്ടേ മംഗലാവിടെ കാശും വേണ്ട അവളെ ബംഗാറും വേണ്ട അങ്ങനെ ഡ്രസ്സും വേണ്ട എന്തും വേണ്ട നിന്റെ ചെലവുകളായിട്ട് എല്ലാം അതേപോലെ നിന്റെ പെഞ്ഞിക്ക് നാണ് നല്ല രൂപത്തിൽ വ്യവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക. അതേ രൂപത്തിൽ നിന്റെ പെഞ്ഞിയുടെ നാണ് ഇന്ന് പറയില്ല അവള് നാണ് കുത്തില്ല അടിക്കില്ല. നിന്റെ പെഞ്ഞേകളുടെ ബസ്തില്ല നിന്റെ ഉത്തര പെഞ്ഞിയായിട്ട് വന്നവളോ നീ പറഞ്ഞപ്പോ പറച്ചല് തിന്നിടവളോ നീ ഉറങ്ങട കാണാം മുന്നോൾ നീ ഉറങ്ങിയാൽ പിന്നെ ഉറങ്ങടവളോ നീ എനിക്കിടെ കാണാം മുന്നോൾ എനിക്കിടവളോ നിന്റെ സകലമാണ് ചാക്കിരിയാക്കിടവളോ നിന്റെ മക്കളെ ചാക്കിരിയാക്കിടവളോ നിന്റെ ഇടകളല്ല കൽകട് ക്ലീനാക്കി തണ്ടവളോ നീ അടിച്ചെങ്ങും അടി തിണ്ടിട്ട് പറഞ്ഞെങ്ങും പറച്ചല് തിണ്ടിട്ട് നമ്പലാക്കി നമ്പൽ അനുഭവിച്ചിട്ട് ആ പെണ്ണ് നിന്റെ ഉത്തിലെ വെച്ചുകൊണ്ടുള്ളത് എന്ത് കണ്ട് തെരിയടാ ആ പെണ്ണുക ആറുമില്ലടാ ആ നിന്റെ പെഞ്ഞയ്ക്ക് ആറുമില്ല മോനെ.
പറഞ്ഞപ്പോ പറച്ചിൽ തിന്നണാവിടോ, അടിച്ചപ്പോ അടി തിന്നണാവിടോ, കൊന്നെങ്ക മരിക്കണാവിടോ. ആ രൂപത്തിൽ നിന്റെ മേലെ പറവൈസ ബീച്ചിൽ വന്ന പെണ്ണുളാട് അവളെ പെറ്റ ഉമ്മട അവള് മറന്നു വന്നള് വിട്ടു വന്നള്, പാപ്പടവള് വിട്ടു വന്നള്, ഇലവള് മൂത്തോണം വിട്ടു വന്നള്, ഔത്ര വിട്ടു പറന്ന് വന്നള്, കുടുംബത്തെ വിട്ടു വന്നള്, എല്ലാരെയും വിട്ടു വന്നള്. ഇന്ന് നക്ക് പാപ്പായിട്ടുള്ളത് എന്റെ മാപ്പിള പടച്ചവന്. ഉമ്മടെ പിരിസ കണ്ടത് എന്റെ മാപ്പിള തമ്പുരാന്. മക്കളെ പിരിസ കണ്ടതും ഇളങ്ങ മൂത്തങ്ങളെ പിരിസ കണ്ടതും കുടുംബത്തെ പിരിസ തറവ് ഏകൈക വ്യക്തിയെ ദുനിയാവിൽ എന്നത് നിന്റെ പിരിസത്തെ മാപ്പിള മാത്രം. ഇന്ന് നിന്റെ കാക്ക പറഞ്ഞെങ്ങും നാളെ വിട്ടുകൊണ്ടില്ല. നിന്റെ മാപ്പിള ഉള്ള നിന്റെ മാമി ആക്കിയ പാക്യം ചാടിവാസ ഫസാദാക്യം ഏത ഭേദഭാവ കാട്ട്യങ്ങും നാളെ പോണ്ടില്ല. നിന്റെ മാപ്പിള ഉള്ള ആറ് പറഞ്ഞെങ്കും നാറ് എന്ത് വേണെങ്കും ചൊല്ലട്ടെ. നിന്റെ മാപ്പിള ഉള്ള നിന്റെ മാപ്പിള മാത്രം നിനക്ക് ധൈര്യമുള്ളത് മനുഷ്യ. നിന്റെ പെഞ്ഞയുടെ കണ്ണിടെ തണ്ണീർ ഞങ്ങൾ തോത്തുക വേണായിട്ട് റായത്തങ്ങ പണ്ടില്ലടാ. നിന്റെ പെഞ്ഞയ്ക്ക് മനസ്സിന് നമ്മളായ സമാധാനാക്കുക റായത്തങ്ങ പണ്ടില്ലടാ. നിന്റെ പെഞ്ഞയ്ക്ക് വയറിൽ പൈക്കുക തുടങ്ങിയിട്ടുണ്ട് കണ്ണെങ്ങുണ്ണു പാട്ട് റായത്തങ്ങ പണ്ടില്ലടാ. നിന്റെ പെഞ്ഞയ്ക്ക് സീക്ക് സങ്കട തുടങ്ങിയിട്ടുണ്ട് കണ്ണെങ്ങൊന്ന് മറന്നാക്കുക വേണായിട്ട് റായത്തങ്ങ പണ്ടില്ലടാ. എന്തൊക്കെ അവള് കഷ്ടത്തിലുള്ളതുകൊണ്ട് കൊന്തായെങ്കും റായത്തങ്ങ സഹായാക്കില്ല. മാപ്പിള ഉള്ള മാപ്പിള ഉള്ള മാപ്പിള ഉള്ള ചെന്നിട്ട് മനുഷ്യ എല്ലാരും പറഞ്ഞപ്പോ അവള് സഹിക്കടല് ആറ് ചാടി പസാദാക്കിയും അവള് സഹിക്കടല് ഭംഗിലായിട്ട് കൊടുത്തിട്ട് ഔത്രൽക്കത്തില് തെച്ചോണ്ടിക്കിടെ മച്ചിഞ്ചുമാറ് ആക്കിയും അവള് സഹിക്കടല്. നക്ക് ധൈര്യമായിട്ട് നിന്റെ മാപ്പിളവുള്ള നക്ക് പ്രൊട്ടക്ഷൻ തറകു നിന്റെ മാപ്പിളവുള്ള ദുനിയാവിലും ആഖിറത്തിലും നിന്റെ കൈ പിടിച്ചിട്ട് നിന്റെ മാപ്പിളവുള്ള അത് ഒരു ധൈര്യം മാത്രമോടെ. അകസ്മാത്ത് നീനും പറയുക തുടങ്ങിയെങ്ക, നീനവളെ അടിക്കുക തുടങ്ങിയെങ്ക, നീനവളെ ആക്ഷേപാക്കുക തുടങ്ങിയെങ്ക, അവളെ മനസ്സ് കണ്ട തണ്ണിൽ പാട്ടക തുടങ്ങിയെങ്ക ആരല് ചെല്ലണുല ആരല് ചെല്ലണുല. നീ നിന്റെ കുടുംബത്തങ്ങളെ കളാറ്റാക്കിട്ട് പോയിട്ട് ചിലപ്പോ നിക്ക് വേണമെങ്കിൽ ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങാ, ഏതെങ്കിലും കുട്ടകാടിൽ പോയിട്ട് എന്തെങ്കിലും തിന്നിട്ട പറ ജീവനം നടത്താ, എവിടെയെങ്കിലും കട്ടിട്ടെങ്കും നിക്ക് നിക്ക് വേണമെങ്കിൽ ജീവനം നടത്താ. കട്ടിട്ട് ജീവനം നടത്തണോണ്ടല്ല ചെന്നോണ്ടുള്ളത് അത്രയെങ്കിലും നിക്ക് തീരുവല്ല മനുഷ്യ. എവിടെയെങ്കിലും കഞ്ഞങ്ക് തെളിയങ്ങ് കുടിച്ചിട്ട് നിക്ക് ജീവനം നടത്താ. നിക്ക് പ്രത്യേക അക വേണോണ്ടേയില്ല. പെണ്ണങ്ങനെയല്ല, അവൾക്ക് ഡ്രസ് എടുക്കുക ജാഗ വേണോ, ഒന്തക്കേരടക്കെ ആക്കുക ജാഗ വേണോ, തെല്ല് ഉറങ്ങുക ജാഗ വേണോ, തിന്നുക അവളിൽ ഒന്നുമില്ല മോളെ, നയിപ്പ് അവളില്ല മനുഷ്യ. തിരസ കൊടുത്തു നീളല്ലാണ്ട് അറിവില്ല മോളെ. നിന്റെ കഷ്ടത്തെയും നിന്റെ വിഷയത്തെ നിന്റെ ഉമ്മടല ചെറുകളെ മനസ്സോപ്പില്ല. ഉമ്മക്ക് ബേജാറാവണ്ട, ബാപ്പക്ക് ബേജാറാവണ്ട. അങ്ങ് ഉഷാറില്ലാണ്ട് ഇണ്ട് പിന്നെ ചെന്നിട്ടുള്ളത് ഈ രൂപത്തിൽ ഔത്തുക സമേത ചെല്ലില്ല. അകസ്മാത് ചെന്നെങ്ക ഉമ്മടെ മുട്ടത്തിൽ പെണ്ണക്ക് പരിഹാരം കിട്ടില്ല, ബാപ്പടെ മുട്ടത്തിൽ പെണ്ണക്ക് പരിഹാരം കിട്ടുകയില്ല. ആ പെണ്ണയുടെ താൽക്കാക്കനങ്ങ ഉള്ളത് ഞങ്ങളെ മുട്ടത്തിലും പരിഹാരം ഇല്ല. അങ്ങയെ കൈക്കവറും മന്ത്രം മാത്രം ചെല്ലടർ. നീനാക്കടെ ഉപദ്രത്തെ നീനാക്കടെ അന്യായത്തെ സൈക്കു തീരാത്ത സന്ദർഭത്തില് നിന്റെ പെണ്ണി ഔത്തുക പോയിട്ട് ദൂറ് കൊടുത്തെങ്കിൽ അങ്ങ് ഒരേ ഒരു മന്ത്രം മാത്രം ചെല്ലത് പെണ്ണെ വേദ മോളെ സബുറെടുക്കടി അങ്ങനെയുള്ള ഉണ്ടാവൂടി. അതല്ല പറച്ചില കേട്ടെങ്കിൽ ബിസിയല്ലടി അടിച്ചെടുത്തല്ല അടി തിന്നിട്. സബുറെടുക്കടി 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 എല്ലാം സമാവ് സമാവുണ്ട് മാത്രം ഒരു മന്ത്രം മാത്രം അങ്ങളെ വിട്ടിക്കൊള്ളര്. ഒരു ഉമ്മം നിന്റെ മാപ്പിളയുടെ വിട്ടുപാടി, ഒരു പാപം നിന്റെ മാപ്പിളയുടെ വിട്ടുപാടി, ഒരു കാക്കടങ്ങും മാപ്പിളയുടെ വിട്ടുപാടി ചെന്നിട്ട് ഒരാളും അവൾക്ക് ചെല്ലില്ല. പന്നങ്ങളെ നോക്കണായത് മൂത്തവണ് നോക്കി എത്ര നാള് നോക്കോ, മൂത്തങ്ങളെ മക്ക നോക്കി എത്ര നാൾ നോക്കുവര്, ഉമ്മ ബാപ്പ എത്ര നാള് നോക്കുവര്. ഞങ്ങളെ കാളകൾ ഞങ്ങൾ പെണ്ണുക്ക് ആറ് ആശ്രയമുള്ളര്, ആണുക്ക് ആനോടൊരു ആശ്രയം ഇല്ലാണ്ട് ഒരു പെണ്ണുക്ക് ജീവൻ നടത്തുക സാധ്യമേ ഇല്ല. മനുഷ്യ അല്ലാഹുവിന്റെ മേലുള്ള സത്യപ്രതിജ്ഞ എടുത്തൊരു നിന്റെ പെഞ്ഞയുടെ ബാപ്പ നിന്റെ മേളിൽ കൈപിടിച്ചിട്ട് പടച്ചോന്റെ മേലെ സത്യമായിട്ട് തന്നെ പെണ്ണ് നിന്റെ അവൾക്ക് നീനും പറഞ്ഞെങ്ക, നീനും അടിക്കും ദൂഷനാക്കും കുത്തകും ചവിട്ടകും തുടങ്ങിയെങ്ക അവൾ അല്ലാഹുവല്ലാണ്ട് പിന്നാറിലും ചൊല്ലുക ആളില്ല മോളെ. ആറും അവൾക്ക് ദൂരെ ചൊല്ലുക ആളില്ല മനുഷ്യ. കിടന്നിട്ടും ഉറക്ക് പണ്ടില്ല, സ്വഭയത്തോളം ഉറക്ക് പണ്ടില്ല. മാപ്പിളയുടെ അക്രമ സൈക്കു തീരാണ്ട്, മക്കളുടെ പറച്ചൽ സൈക്കു തീരാണ്ട്, മാപ്പിള വേറെ റൂമുകളും പിന്നെ വേറെ റൂമുകൾ പറഞ്ഞുകൊണ്ടുള്ള പരസ്പര കാണുകാവാത്ത പരിസരത്തില് ചിമ്മെഴുതിച്ചിട്ട് ഏകാന്തമായിട്ട് പടച്ചതം പുരാണ്ടിൽ അല്ല അല്ലോ ഈ ദുനിയാവിൽ നിന്നൊക്കെ ജീവന ഇല്ലനാദാ
അങ്ങനെ മോത്ത് അല്ലാഹു കൂറ് കൊടുത്തോണ്ട് കണ്ണിട തന്നെ ഇളിപ്പാട്ടികളാ പിന്നെ ദുനിയാവിലും ആഖിറത്തിലും നിനക്ക് രക്ഷപ്പെടുക സാധ്യമില്ല മോളെ അതിരക്കാണെങ്കിൽ ഒരു ശാപ ദുനിയാവിൽ വേറെ ഇല്ല മനുഷ്യ അതുകൊണ്ട് പെഞ്ഞയുടെ പറയിടവണ് പെഞ്ഞയുടെ ദൂഷണാക്കടവണ് പെഞ്ഞയുടെ ഇൻസൾട്ട് ആക്കടവണ് ഒരു നിമിഷം നീ ചിന്തനാക്കണ വിഷയത്തില് ചിലപ്പോ പെഞ്ഞയെ തപ്പിയങ്ക അല്ലാഹു ഇഷ്ടപ്പെടാത്ത സ്വറാക്കിയങ്ക നീ ഇഷ്ടപ്പെടാത്ത സ്വറാക്കിയങ്ക അടിക്കണ്ടേ അടിക്കണോ ആർക്കും കൊന്താവാത്ത രൂപത്തില് പ്രൈവറ്റ് ബെഡ്റൂമുകൾക്കും പോയിട്ട് ജണ്ട് പറഞ്ഞിട്ടാ അടിക്കട ഒരു ജണ്ട് അടി എവിടെയും കാളുക മുതുക്കായൊന്നും നമ്പലാവാതെ പൊട്ടാത്ത ചോര പറയാത്ത മുള്ളു പൊടിയാത്ത രൂപത്തിൽ നിന്ന് ചെറിയൊരു അടി അടിക്കണോ നീ നിന്റെ പെഞ്ഞയുടെ ബിരുസഭീക്കടെങ്ക് പെഞ്ഞ നിന്റെ ബിരുസഭീക്കടെങ്ക് നീ അടിക്കണോട്ടിൽ ജോറാക്കി അവൾക്ക് പിന്നെ ബേജാറാവോ അവൾക്ക് മനസ്സിൽ പേടി തുടങ്ങുന്നുണ്ട് മാപ്പിള നിൽക്കുന്നുണ്ട് മനസ്സിൽ നമ്പളായിട്ടുണ്ട് ചെന്നിട്ട് ഇതെല്ലാം അറുത്താക്കിട്ട് അവിടെ മങ്ങില അവിടെ കാണുമെന്നോളൂ നാളെ നിന്റെ പെഞ്ഞയുടെ ഇന്ന് അടിക്കല എപ്പോഴും അടിക്കല അവിടെ നിധി പോലെ നോക്കുക വെച്ചുള്ള സത്യപ്രതിജ്ഞ കൂട്ടിയിരങ്ങ് മാത്രം നിൽക്ക മങ്ങിലാവാ കുറെ ഉണ്ട് അങ്ങനെ ചൊല്ലുകല്ല അതുകൊണ്ട് മുസ്ലിമേ ഇസ്ലാമിക കാര്യ അല്ലാത്ത വിഷയത്തിൽ പെഞ്ഞയുടെ പറയുകയും മടിക്കുകയും തീരാ നിസ്കരിക്കില്ലേ പെഞ്ഞയുടെ പറയാ നിസ്കരിക്കില്ലേ പെഞ്ഞകൊന്നു ചെണ്ട് അടിയടിക്കാതെ അതും പൊട്ടാത്ത ചോര പറയാത്ത മുള്ളുപൊടിയാവാത്ത രൂപത്തിൽ അടിവേലി അടിക്കാ നിസ്കരിക്കാത്ത വർഗത്തെ പെണ്ണുന്നെങ്കിൽ അതേപോലെ ഇന്ന് ചൊല്ലുള്ളത് മനുഷ്യരെ പെണ്ണുടെ ആ രൂപത്തിൽ മാപ്പിളമാർ പിരിസഭയിക്കടെങ്കിൽ മാപ്പിളയുടെ മേലുള്ള സമ്പൂർണമായിട്ടുള്ള പിരിസപ്പാട് പെണ്ണിയും റിട്ടേൺ കൊടുക്കുക പഠിക്കണോ മാപ്പിള ആയതുകൊണ്ട് തൃപ്തിപ്പെടുത്തുകയായിട്ട് പെണ്ണുക തിരിയണോ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു സ്വഹാബി പോയിട്ട് കേൾക്കടി യാ റസൂലല്ലാഹ് നാണ് മംഗലാവുക പോണ്ട നബിയേ എന്റെ പെണ്ണ് എങ്ങത്തതാവണം നബിയേണ്ട കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ സ്വഹാബി സാലിഹത്തായ പെണ്ണിടെ മംഗലാവണോട്ടല്ല നിങ്ങൾ പഠിപ്പാടിയത് സാലിഹത്തായ പെണ്ണ് ചെന്നെങ്കിൽ ഏത് ഉണ്ട് കേട്ടപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇദാ നളർതഹാ സർറജക നീ നിന്റെ പെണ്ണിയുടെ മുഖം നോക്കുമ്പോൾ അവൾ നിന്റെ സന്തോളാക്ക് പാട്ടാള് അങ്ങനെ നിന്റെ പെഞ്ഞി നല്ലവളുണ്ട് അങ്ങനെ കുന്ത അവിടെ അവളെ മുഖം നോക്കുമ്പോ ഒരു ബാണിയെ കഴിഞ്ഞിട്ട് പോണ്ടേ വേറെ ഏതെങ്കിലും ജോബെല്ലാം കഴിഞ്ഞ് പോണ്ടേ കുറെ കഷ്ടമുള്ള വന്നിട്ട് നയിച്ചിട്ട് മോന്തിയ പോത്ത് പോണ്ടേ സുത്തായിട്ടും ബച്ചല് പിടിച്ചിട്ടും എനിക്കൊക്കെ തീരാണ്ട് കൈക്കാളുള്ള നമ്മളായിട്ട് പോണ്ടേ പോയിട്ട് ആ പെഞ്ഞിയുടെ മുഖ കാണലോട് കൂടെ അതെല്ലാം മറന്നു പോണ്ട് അങ്ങനത്തെ സ്വഭാവം അവളത് ഒന്ന് എപ്പോഴാണ് അവത്ത് എത്തില്ല റബ്ബെന്നെ പെഞ്ഞയുടെ മുഖം നോക്കുക ആശായിട്ടുണ്ടോ എപ്പോ എത്തില്ല ചിന്തന പണ്ട രൂപത്തിൽ അവളെ സ്വഭാവമാവണോ മാപ്പിളായോണ്ട് നയിച്ചിട്ട് മോന്തിയാമ്പത്തി ഔത്ത് കണ്ട സന്ദർഭത്തിൽ മുസൂട്ടിങ്ങനെ ഇത്ര വില പിന്നെ എന്തൊരു കുമ്പിളിങ്ങ പോലെ അടിപുനെ പിന്നെ അടിപുനെ എന്തൊരു പാമ്പുടെ പോലെ ഇങ്ങനെ ആക്കി സുർപ്പണക്കി പോലെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഔത്തിൽ കുട്ടുമ്പോ ജീവന ചന്തത്തിൽ പോവാ പെഞ്ഞി മാപ്പിളുടെ കഷ്ടകാലത്തിൽ സുഖത്തെ കാലത്തിൽ സന്തോളാക്കി പാട്ടത് അതൊക്കെ വേണോ വലിമാലിഹാ വലി ജമാലിഹാ വലി ഹസബിഹാ വലി ദീനിഹാ ബാഹ്യമായ സൗന്ദര്യമല്ല വേണായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീന പഠിച്ച പെണ്ണിടാവണം മംഗലാവണായത് ഇപ്പുറത്ത് ഒരാൾ പെണ്ണ് മംഗല പിന്നെ പുതു സട്ടായി ചങ്ങായി അങ്ങനെ ചങ്ങായിയുടെ മോള് പൊതുവുള്ള സെട്ടായിട്ട് എല്ലാം ആയാൽ പിന്നെ നക്ക് ബിസിയെ പാണാക്കിട്ട് ചെന്ന ഉസ്താദ് ഇങ്ങനെ പൊതുവുള്ള സെട്ടായിട്ട് അൽഹംദുലില്ലാ അപ്പൊ ഒരു കണ്ടീഷൻ ചെന്നാണ് ബിസിയെ ഉള്ളൂ അല്ല മൊബൈലുള്ള കൊടുത്തു പോയിട്ടുള്ള ഐഫോൺ 10 കൊമ്പത് എക്സ് കൊമ്പൊന്ന് കൊടുത്തിട്ടുണ്ട് ഏത് അടുപ്പ് വേണം കൊമ്പന്ന് കൊടുക്കട്ടെ തലങ്കണ്ടടിക്ക് വെച്ചിട്ട് ഉറങ്ങുക ചൊല്ലു നിങ്ങളുടെ മോളിൽ അത് സിമ്മിടാണ്ട് അടിച്ചെന്ന് വിടും ഇല്ല അതല്ല കണ്ടീഷൻ കണ്ടീഷനായിട്ട് 3 കഴിഞ്ഞാൽ പിന്നെ ചെണ്ടാൾ പൊതു പെണ്ണ് വേണ്ട ചെന്നാൽ എന്തേ ഓളിൽ പളക്ക പറഞ്ഞ പൂർത്തി ഹണ പറ ഓണം ചൊന്നറ ഓളിൽ ഓളെ ഹണ പറ പൂർത്തി ചൊന്നറുണ്ട് ഇതെന്തിന് അവന് വായ്പെട്ട അവന് വില കുതിക്കുക ഓടെ കാണവില്ല അവന് വേലി മാത്രം തുള്ളിയിടല്ല ഹിമാലയ പർവ്വത സമയത്ത് തുള്ളിയിട്ട് വന്നേ അവന് കൊന്തുള്ളൂ ഒരു പെണ്ണി അങ്ങനെ സകല ഹണ പറ അവന് കൊന്തുള്ളൂ അവൻ അങ്ങനത്തെ കള്ള ഓൾ അവള് വായി വിട്ട് ചെന്നിട്ട് അവന് കൊല്ല കുറെ വായല വിട്ട് ചെന്ന് ഞാൻ അങ്ങനെ ആക്കിയെങ്കിൽ അതിലെ വില വിസയല്ല അടിച്ചത് ഓളും പുറാണ ആർക്ക് വേണം അങ്ങനത്തെ തളഞ്ഞ ചെറുപ്പം ആർക്ക് വേണ്ട അല്ല ദുനിയാവുള്ള സെക്കൻഡ് ഹാൻഡ് പാൻറ് ഷർട്ട് എടുക്കുന്നത് സെക്കൻഡ് ഹാൻഡ് ചെറുപ്പാർ എടുക്കുന്ന
ಅದೆಲ್ಲ ಬೆಲೆ ಬಿಸಿಯದಲ್ಲ, ಅದೆಲ್ಲ ಫಿತ್ನತುಗಳ ಕಾರಣ. ದೀರ್ಘ ಚೆಲ್ಲಿಲ್ಲ, ಮೊಬೈಲ್ പിടിക്കಡೆ പെണ്ണ്, വാട്സാപ്പിൽ കളിച്ചുകൊണ്ടിരിക്കടെ പെണ്ണ്, ജാഗോ ഓൺലൈനിൽ ഇക്കടെ പെണ്ണ് തപ്പിട്ട് നിന്റെ ഒത്തുക അതിരെ കൊമ്പരണ്ട. അതേതെങ്കിൽ ഇത് കോൾ സെന്ററിൽ ഇക്കടല്ലേ വലിയ വലിയ ഇൻഫോസിസ് പോലത്തെ ഒടുകൾ കൊമ്പരതേ പാട്ട് ഒടുക പാട്ടെങ്കിൽ ഇക്കട എന്തെങ്കിലും ബാണിയാക്കേണ്ടി ഒത്തുകൊണ്ട് ബസ്തല്ലത്. അപ്പോ പെണ്ണായവളും മാപ്പിളുടെ സന്തോളാക്ക് പാട്ടൊക്കെ തെരിയണോ? ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മോളെ മംഗലാക്കി കൊടുത്തു ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാടെ. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഒരു നാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഔത്ര അപ്പുറം ഇപ്പുറം നടന്നുകൊണ്ട് പോണ്ട സന്ദർഭത്തില് ബഹുമാനപ്പെട്ട റസൂലുള്ള കേക്കട്, യാ അലിയേ അതഖതുബു ബിൻതി ഫാത്തിമ, നന്റെ മോള് ഫാത്തിമയുടെ മംഗലാവുക ഇഷ്ടമാ അലിയേ, പൊതുപളക്ക പറയാമാ അലിയേ, അതൊക്കെ മോത്ത് വന്നമാ അലിയേ. ഞാൻ യാ റസൂലല്ലാഹ് മംഗലാക്കിടുങ്ങനാണ് മംഗലാവുക തയ്യാറുള്ള നബിയേ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങജർഡ്, യാ അലി അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ മോത്ത് പടച്ചിട്ടില്ലാണ്ട് കണ്ടെങ്കിൽ നിന്റെ മോളുക മാപ്പിളെ സൂട്ടാവിടെ പോലത്തെ കുഫുക്കട മാപ്പിളെ കിട്ടലാന്ത് അലിയേ, നീ നന്റെ പെണ്ണ് നന്റെ മോളുക ചെന്ന ചെറുക്കായിട്ട് റസൂലുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുടു. ഈ ആറായത്തിന് അറേബ്യൻ സാമ്രാജ്യത്തിൽ നിന്ന് കോടീശ്വരന്മാരായ രാജാക്കന്മാരായ പ്രമുഖന്മാരായ എത്രയോ സ്വഹാബത്ത് കേട്ടോ, യാ റസൂലല്ലാഹ് മോളെ നന്റെ മോണുക മംഗലാക്കി തണ്ടറ നബിയേ, നന്റെ ഇളങ്ങുക മംഗലാക്കി തണ്ടറ നബിയേ. ഒരാൾക്കും അല്ലാഹുവിന്റെ റസൂൽ മംഗലാക്കി കൊടുത്തിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ അലി റളിയല്ലാഹു അൻഹു പൊതുവളക്ക പറയലോട് കൂടെ കിട്ടലോട് കൂടെ തന്റെ അലിയെ ഉണ്ട് ചെല്ലട്. അലി റളിയല്ലാഹു അൻഹു കാസില്ല, അലി റളിയല്ലാഹു അൻഹു ധാരാളം പൈസ ഇല്ലേ ഇല്ല. പാവത്തെ പരമദരിദ്രനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു നേരത്തെ ആഹാരത്തിനോട്ട് കണ്ടെങ്കിൽ ഏതെങ്കിലും കുട്ടകാട് പ്രദേശത്തിൽ പോയിട്ട് ഫുള്ള് ചെത്തിട്ട് കൊമ്പന്നിട്ട് ആടിന്നെങ്കിൽ പയ്യന്നെങ്കിൽ വണ്ടയിന്നെങ്കിൽ അത് കൊമ്പോട് വിത്തിട്ട് അതിൽ കിട്ടുന്ന ചില്ലറ കാസില്ലാണ്ട് ജീവൻ നടത്തുക സാധ്യമില്ലാത്ത പാവത്തെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുടെ ധീരത കണ്ടിട്ട്, ഇൽമ കണ്ടിട്ട്, സ്വഭാവം കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ സെലക്ട് ആക്കിയത് നിന്റെ ബുദ്ധിവന്ത മോള് ഫാത്തിമാഗ് അലിയെ നല്ല സൂട്ട് അവിടെ ചെറുക ചെന്നിട്ട് അങ്ങനെ മംഗലാക്കി കൊടുക്കണം. മനുഷ്യരെ മംഗലാക്കി കൊടുക്കുന്ന സന്ദർഭത്തിൽ 400 ദിർഹം മഹ്ർ ബൈക്കണ റസൂലുള്ള ചെല്ലട് ചെന്ന ചൊല്ലുക സമയത്തെ അഭാവമുണ്ടോ? 400 ദിർഹം മഹ്ർ ബൈക്കണ അലിയെ ഉണ്ട് ചെന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കഷ്ടവന്നിട്ട് ഗുഡ്ഡകാടുക പോയിട്ട് പുള്ളെല്ലാം ചെത്തിട്ട് കോളെല്ലാം ഉണ്ടാക്കിയിട്ട് അതെല്ലാം വിത്തിട്ട് അന്തും നിന്തും കുറെ കാസെല്ലാം ആക്കിയാൽ പിന്നെ പെണ്ണുക്ക് മഹർ കൊടുത്തിട്ട് മങ്ങിലാവിടോ? മങ്ങിൽ തണ്ടൊരു പാപ്പായുടെ കർത്തവ്യം നോക്കുന്നതാണ്. ഫസ്റ്റ് നൈറ്റുണ്ട് ബഹുമാനപ്പെട്ട അലിയത്തങ്ങളും ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ രണ്ടാളും പ്രൈവറ്റ് ബെഡ്റൂമുക്ക് പോണ്ട കാണുമെന്നോളൂ. അല്ലാഹുവിന്റെ റസൂലുകളുടെ ഫാത്തിമ അലിയേ ബെഡ്റൂമുക്ക് പണ്ടക്കാണ് മുന്നോളോ, നിങ്ങളെ പ്രൈവറ്റ് ബെഡ്റൂമിന്റെ ഡോറ് ബന്ധാക്കണ്ട, തെല്ല് പണി നക്കുമുണ്ട് നിങ്ങൾ ഒട്ടിക ചെന്നിട്ട് അങ്ങനെ ജാവുക രണ്ടാളും റൂമുക്ക് പോയാൽ പിന്നെ ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹ കട്ടിലയുടെ ഒരു മൂലയിൽ വെച്ചിട്ട് അലി റളിയല്ലാഹു അൻഹു മൂലയിൽ വെച്ചത് മോഹനെ അല്ലാഹുവിന്റെ റസൂൽ മോള് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മംഗലാക്കി കൊടുക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ള ഫാത്തിമക്ക് കൊടുത്ത ഒരു ഗിഫ്റ്റ് ഉണ്ട് മനുഷ്യ. ഏതുണ്ട് തെരിയണ? തന്നി കോരിട്ട് ബീതിബേക്ക് ഒരു തോളുടെ ബക്കറ്റ് ആയിട്ട് റസൂലുള്ള മോൾക്ക് കൊടുത്തത് അലി ഫാത്തിമ അലിയുടെ ഔത്തുല് അതുക്കും ഗതിയില്ല ഫാത്തിമ, പാവത്തെ ദരിദ്രനായ സ്വഹാബി ഫാത്തിമ തന്നെ ബീതിബേക്ക് ഒരു പാത്രയിക്കട്ടെ ഫാത്തിമ. അതേപോലെ പോയെങ്കിൽ നിന്റെ മാപ്പിള അലിയുടെ ഓർക്കണ്ട തലങ്ങണി ചൊല്ലൊരു സാമാനില്ല, അതുകൊണ്ട് ഈ തലങ്ങണി ഒന്ന് പിടിക്ക ഫാത്തിമ. രണ്ടാൾക്കും തലവേച്ചോടെ ഉറങ്ങുക വേണായിട്ട് ഫാത്തിമ. നീ മാപ്പിളയുടെ ഒത്ത് പോയെങ്കിൽ അരി അരക്കുക, പിട്ടരക്കുക, ഗോധി അരക്കുക വേണായിട്ട് കായരക്കട കള്ളില്ല അലി ഫാത്തിമ. അതും നമുക്ക് നീക്കട്ട് ഫാത്തിമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്തു കടത്തിട്ടായിട്ട് മങ്ങിലാവുടത്. അങ്ങനെ ജാവുക രണ്ടാളും രണ്ട് സൈഡിൽ അങ്ങനെ വെച്ചത് ബാപ്പ പണ്ടത് കാക്കടക്കാത്തറ് അങ്ങനെ കുറെ നേരം
കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഫാത്തിമ റളിയല്ലാഹു അൻഹ അലി തങ്ങളും ദൈക്കടെ ആ മുട്ട പോയിട്ട് നടുല് വെച്ചിട്ട് ജണ്ടാളി മുട്ടാക്കിയത് അങ്ങനെ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുടെ തലക്ക് കൈവെച്ചിട്ട് ബർക്കത്ത് ഗുരുവാരകൾ അല്ലാഹുമ്മ ഹാദാ അലി അല്ലാഹുമ്മ ഹാദാ അലി അഹബ്ബൻ നാസി ഇലയ്യ ഫാഹിബ്ബഹു യാ അല്ലാഹ് ഈ ദുനിയാവുടെ വിചാരനക്ക് യാറെ പിരസമുള്ളത് നിന്റെ അലിയടല് അല്ലാഹുവേ നീനും പിരസ ബൈക്കണം നിന്റെ അലിയട് അല്ലാഹുമ്മ ഹാദാ ബിന്തി ഫാത്തിമ അഹബ്ബൻ നാസി ഇലയ്യ ഫാഹിബ്ബഹാ ഈ ദുനിയാവുടെ നിനക്ക് യാറെ പിരസമുള്ളത് നിന്റെ ഈ ഫാത്തിമയുടെ ഒട്ടിക്ക് പടച്ചവനെ ഈ ഫാത്തിമയുടെ നീനും പിരസ ബൈക്കണം ജണ്ടാള കർത്തരക്കും കൈയങ്ങനെ വീഴ്ചിട്ട് മന്ത്രിച്ചിട്ട് ഊതിത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹടലും അലി തങ്ങളിലും വസിയത്താക്കിട അലിയ ഫാത്തിമ കട്ടമാ സുഖമാ പൈച്ചിറളായില്ല അന്തും മിന്തും ഞങ്ങളൊരു റാഹത്തിൽ നിന്നാട് അലിയ ഫാത്തിമയുടെ മനസ്സുക നമ്പളാക്കണ്ട ഫാത്തിമയുടെ പറയണ്ട ഫാത്തിമയുടെ നമ്പാടിക്കണ്ട ഫാത്തിമയുടെ ദൂഷനാക്കണ്ട ഫാത്തിമ ഇത് നിന്റെ മാപ്പിള ഫാത്തിമ പാവത്തോണ് ഫാത്തിമ ഇന്നതല്ല അത് കൊമ്പറു ഇത് കൊമ്പറു ചെന്നൊരു കഷ്ടപ്പെട്ട് പാട്ടണ്ട ഇന്നത് സുധാരിച്ചിട്ട് കിട്ടിയത് തിന്നിട്ട് ആറാമത്തിലെ സന്തോളത്തിലെ ജീവന നടത്തലോ ഫാത്തിമ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ജണ്ടാളയും ഉറങ്ങുക വിട്ടിട്ട് അങ്ങനെ മല്ല പറുത്ത് പന്ത് മനുഷ്യരെ പിത്യാണ്ട് സ്വഭീകത ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മദീനത്തെ പള്ളിയിൽ നിന്നിട്ട് ബാങ്ക് കൊടുക്കടെ കാണാൻ മുന്നോളേ പോയിട്ട് മല്ലേ ജണ്ടാളും ഉറങ്ങിയ ബെഡ്റൂമും മല്ലേ തട്ടുക തുടങ്ങിയത് ഫാത്തിമ അലിയേ ഖുമാ വസല്ലിയാ റക്അതൈൻ അലിയേ ഫാത്തിമ എണിക്കറോ ഉറങ്ങിടറാ ഓള് എടുക്കറോ പോയിട്ട് ജണ്ടാളും ഓള് എടുത്തിട്ട് വന്നിട്ട് ജണ്ടറകാതങ്ങും തഹജ്ജുദ് നിസ്കരിക്കറോ ചെന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മോളയും അതേപോലെ മറുമോണ്ടിയും ഉണർത്തിട്ട് ഇദൗത്തുൽ നെമ്മദി ഉണ്ടാവുന്നുണ്ട് കണങ്ങത്തല്ല പേരുള്ള ഇണ്ടങ്ങനെ ഇണ്ട് മങ്ങിൽ തന്നെ പട്ടണയിട്ടുണ്ട് താള മേള ചെന്ന് സൈത്താന്റെ വർഗമേ സകല നങ്ങളറായത്തിൽ ഇന്ന പണത്തെയും ഇന്ന കല്ലുടെയും ഇന്ന നാഗപണത്തിൽ ഇന്ന സകല സൈത്താനുടെ കൂട്ടം മാറി വന്നതുപോലെ ഇന്ന ബൈക്കിൽ ഓരോ ബൈക്കിൽ 4 5 ആളുമാർ സേറിട്ട് രണ്ട് നാൾ നോമ്പ് പിടിച്ചിട്ട് പണ്ടെങ്ങ ആ നമ്മത്തിൽ ബന്ധം അടിക്കും പൊക്കളുടെ മണ്ണ് ചൊരിടത്തോളം അടിച്ചാൽ ഇന്നതെല്ലാം അവിടെ ലോട്ടയും ഗ്ലാസും പ്ലേറ്റും എല്ലാം പായത്തോളം തള്ളിയാറട്ടെ കുൾമളാക്കിനോട്ട് പുറത്ത് വന്നാർ ശപിക്കപ്പെട്ട ഓരോർക്കായിട്ട് ഫസ്റ്റ് നൈറ്റ് 2 മംഗിലവിടെ പാലക്കാട് നിന്നെ ചങ്ങായി പടം മുറിച്ചെങ്കിൽ ബലത്തില്ല ഫസ്റ്റ് നിന്റെ പെഞ്ഞേക്കുള്ള നിങ്ങളുടെ ഉത്തര പിത്തിൽ വന്ന് കാണ്ട വിളിക്കുക നിന്റെ ചെന്നിട്ട് ഉത്തര പിത്തിൽ പരിസരത്ത് വന്ന് കാണ്ട വിളിക്കുക നിന്റെ ചെന്നൊരു ചെന്ന് വിടണം അങ്ങനെ കൊറിയ സൈത്താൻമാർ പോയിട്ട് എന്തല്ലോ പത്ര അങ്ങനെ ജാവുകി മുസീബത്തോട് 2-2.5 घंटा ബെഡ്റൂം പോയിട്ട് കള്ളു കുടിച്ചിട്ട് പോകുന്നത് പോലെ പിന്നെ എനിക്കടെ സുബി കോലിമ്പ കണ്ടേ സുബി നിസ്കാരം ഇല്ല ഇന്നൊരു ബിസൈ ചെല്ലുന്ന എല്ലാ മോത്തലും ചൊല്ലുടെ എന്നാണ് പോയിട്ട് മങ്ങിലായിട്ട് നിങ്ങൾ ഒന്നുകൂടെ ചെറുക്ക വന്നതാണ് സുബി നിസ്കരിക്കും പിറ്റാണ്ട് നിങ്ങളെ റായത്തിലുള്ള നോക്കിയാലോ അപ്പുറത്തുള്ള മങ്ങിലായിട്ട് സുബി നിസ്കാരത്തിൽ പള്ളി ജമാത്തുള്ള നട്ട് നോക്കണം ഈ ജമാത്തുള്ളാണ് നോക്കി ഔത്തിൽ വെച്ചാൽ കാണ്ടെങ്ങനെ അവന് പള്ളിക്ക് വന്നിട്ട് വേണ്ടത് കൂടെ ആരെങ്കിലും പള്ളിക്ക് വന്ന കിളവടലേക്ക് ബോബാ പള്ളിക്ക് വന്നിട്ട് പള്ളിക്ക് വന്നിട്ട് ദുനിയാവുടി നാറ് പാട്ട് പെത്തൽ പിന്നെ നിസ്കരിച്ചിട്ട് ഇങ്ങനത്തെ മനുഷ്യൻ മാറിയിട്ട് ജാവുക അങ്ങനെ ഉറങ്ങിട്ട് സുബൈക്ക് അങ്ങനെ ഈ മനുഷ്യൻ ബാപ്പായോണോ പെണ്ണുടെ ബാപ്പായോണോ പള്ളിക്ക് പോയിട്ട് സുബൈസ്കാര കഴിഞ്ഞിട്ട് കുസാല വളർന്നിട്ട് ഉസ്താദത്തിൽ ചെള്ള കണ്ണ ചായ മൊത്താക്കി അതെല്ലാം കുടിച്ചിട്ട് വന്നിട്ട് ഒലിമ്പ കണ്ട വന്ന് സീരിയൽ മങ്ങിന്റെ ഭിത്തിയാണ്ടല്ല സുസ്തായിട്ട് വന്നിട്ട് ഇന്നും അങ്ങോട്ട് ഷട്ടർ ഓപ്പൺ ആയിട്ടില്ല മോളും മറുമോണുള്ള റിണ്ണും എണിച്ചിട്ടില്ല നല്ല ഈ മുസീബത്ത് ഇന്നും എണിച്ചിട്ട് ബായിൽ തട്ട പോകുമ്പോഴത്തേക്കും അപ്പുറത്തെ 10 റൂം കോളി കായ്ച്ചതും റായത്തെ കോളിയുടെ ഗസിയും ഇറച്ചിയുടെ സുഖവും നെയ്പത്രും ഇന്ന മണ്ണിയുടെ പത്രവും ഇന്ന മസാല ഇട്ടിട്ട് ഇത് ഈ മുസീബത്ത് എനിക്കൊക്കെ അയത്തി ചെന്നിട്ട് അയ്യമെല്ലാം കണ്ടെത്ത് മാപ്പിളയാണ് പോയിട്ട് ഞങ്ങളെ മോളുടെയും മറുമോണ്ടെയും പിന്നെ ഡോറ് തട്ടരുത് ഞങ്ങളെ വണത്തരുത് അപ്പൊ അയ്യമെല്ലാം ചെല്ലു ഇതല്ലേ നിങ്ങൾക്ക് പിറാന്തല്ലേ ഞങ്ങൾ ജാവ് കുറച്ച് ലേറ്റ് ആയിട്ടില്ലേ ഈ പെണ്ണിങ്ങോട്ട് ദൂരത്തിൽ ഇന്ന് പറഞ്ഞിട്ട് എലിപ്പാസനെ വെച്ച് കൊടുക്കാറില്ല അതൗത്ര ഭർത്തവെന്ന് പറഞ്ഞിട്ട് കേട്ടോടെ എന്തെങ്കിലും ഈ നായുടെ പോലെ പെണ്ണിടെ മങ്ങിലാക്കി കൊടുക്കട്ടെ സുബിനിസ്കരിക്കാത്ത വർഗത്ത് പിന്നെ വർഗത്തിൽ കുറേ തങ്ങത്തെ വിശല ചൊല്ലും
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാ അലി യാ ഫാത്തിമ ഖുമാ വസല്ലിയാ റകഅതൈനി ഖബ്ലൽ ഫജ്ർ, രണ്ട് റകഅത്ത് തഹജ്ജുദ് നിസ്കരിച്ച് അല്ലാഹുവിനോട് ദുആ കറോ. അല്ലാഹുവിന്റെ റസൂലുടെ ഔത്തുൽ ഫാത്തിമയും അലിയ തങ്ങളും ഇക്കട കാലത്തോളം റസൂലുള്ള ഡോർ തട്ടിയോണ്ടിണ്ട് എന്ത് കണ്ട് തിരിയണ അങ്ങനെ കാതേക്കല്ല എനിക്കിടറിട്ട് റസൂലുള്ളാഹു ഗൊന്തുണ്ടോ ഡോർ തട്ടിയവർ തങ്ങ ചൊല്ലറ നബിയേ ബാപ്പാ എപ്പമോ എണിച്ചിട്ടായിട് എപ്പമോ തഹജ്ജുദ് നിസ്കരിച്ചിട്ടായിട് ആയെന്നും റസൂലുള്ള ഡോർ തട്ടറ് അത് ജവാബ്ദാരി മനുഷ്യ. റസൂലുള്ള ഡോർ തട്ടേക്ക് അല്ലാഹു കൂലി കൊടുക്കടാ, നിന്റെ മക്കളെ വണത്തേക്ക് അല്ലാഹു കൂലി കൊടുക്കടാ, നിന്റെ മാപ്പിളയുടെ പള്ളിക്ക് കടത്തേക്ക് അല്ലാഹു കൂലി തണ്ട, നിന്റെ മക്കളെ സുബഹി നിസ്കാരത്തേക്ക് ജമാഅത്തേക്ക് കടത്തേക്ക് അല്ലാഹു കൂലി തണ്ട. അങ്ങനത്തെ പെണ്ണൗത്തുള്ളതാ മക്കളെ ഒന്ന് എണിക്കറോ പള്ളിക്ക് പോറോ നിസ്കരിക്കുക ടൈമായത്, മാപ്പിളയിലെ എണിക്കറോളെ ഒന്ന് പള്ളിക്ക് പോറോ ജമാഅത്തേക്ക് നിസ്കരിക്കുക സമയായത്. അങ്ങനെ ഉണത്ര പെണ്ണാ നിന്റെ ഔത്തുള്ളത്. ആ കുടുംബം അനുഗ്രഹീത കുടുംബമോണ്. ഇതെല്ലാം ചിന്തനാക്കടെ ഒന്നാമത് ചെന്നോണ്ടുള്ളത് മാപ്പിളയുടെ നോക്കുമ്പത്തേക്ക് സന്തോളപ്പെടുത്തുക പെഞ്ഞയായവൾക്ക് തെരിയണോ. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ജോബല്ല കഴിഞ്ഞിട്ട് മോന്തിയാമത്ത് കൗതുക പണ്ട സന്ദർഭത്തില് ഔത്രപ്പിത്തിൽ പെണ്ണിങ്ങനെ പെഞ്ഞൈ ഫാത്തിമ കാത്തോണ്ടിക്കട് മാപ്പിള പണ്ട് ചെന്ന് എന്തൊക്കെ നാളെ പോകുമ്പത്തേക്ക് ഇത്ര ഉദ്ധത്തെ ലീസ്റ്റ് കൊടുത്തേ ബർമ്മത്തേക്ക് ഗോണില് കൊമ്പറു ചെന്നിട്ടല്ല പെഞ്ഞയും കാക്കളറി എപ്പോ കൊണ്ടുണ്ടാ സുബഹി പോകുമ്പത്തേക്ക് 1.5 കിലോമീറ്റർ ലീസ്റ്റ് കൊടുത്തിരിക്കുന്നത് ചീട്ട് എന്നിട്ട് തിന്നിടുതും കുടിക്കുടുതും മൂസുറുതും മണപ്പാട്ടതും പൊളിക്കുടുതും എണിക്കുടുതും ഓടുന്നതും നിൽക്കുന്നതും ദൈക്കുടുതും കിടക്കുടുതും സകലമോണ ഇത് കൊമ്പർ ബർമ്മത്ത് പോകും 500 രൂപ 700 രൂപ കിട്ടില്ല 3000 രൂപ സാമാൻ വേണം ഇന്ന് ഔത്തുക അവളെ കുടുംബത്തെ ബണ്ടേ ചെന്നെങ്കിൽ ചെല്ലണ്ട അവളെ തുണി സമയത്ത് ജാരി പോയിട്ട് കൊന്ത അവളെ ഓട്ടത്തിൽ ഗമ്മത്താക്കണം. അത് വേണം കോളി കാഴ്ചത് വേണം ഐസ്ക്രീം വേണം പള്ളിയുടെ കുത്തുകു കോള് വേണം മുൻകൂട്ടൊക്കെ കിട്ടിയ സാമാൻ വേണം കാത് കിട്ടി തള്ളിട്ട് പോലെ ബഡ്സ് വേണം ഇതെല്ലാം വേണം. അവളെ കുടുംബത്തെങ്ങാനും ബണ്ടരുടെ ബിസി കിട്ടിയ ഓണു ഓന്റെ കുടുംബത്തെങ്ങ പടേറി എന്റെ കുടുംബം തന്നെ ഉമ്മ ബണ്ടിടി ഐക്കെന്തിനാണ് ഉമ്മ പറഞ്ഞ ബിസേന്ദ്ര എന്തും വേണ്ടേ പൊട്ടു ചോറുണ്ട് താളക്ക് താളാക്കുവാനായിട്ട് വേളയുണ്ടോ വലിയ ബിസിയാക്കില്ല ഓന്റെ കുടുംബത്തെങ്ങ പണ്ടേ ദമ്മലയുടെ പെണ്ണുങ്ങളെ പിടിച്ചാൽ നിങ്ങൾ ബേജാറാക്കണ്ടടി നിങ്ങൾക്കിടെ നിങ്ങൾ മെല്ലെ ഭർത്തര. അപ്പോ ഈ രൂപത്തിൽ മനുഷ്യരെ നിങ്ങളെ കുടുംബം അങ്ങനെ ഇങ്ങനെ ഒന്നര മുസ്ലിം അപ്പുറത്തേക്ക് ഒന്നര മുസ്ലിം ഇപ്പുറത്തേക്ക് നിങ്ങളെ ഈ ക്രോസ് കണ്ണു ചില്ലറ് നിങ്ങളുടെ കോസ് കണ്ണു ചില്ലറ് ഗുരുരായത്തില് അങ്ങനെ അവിടെ നിങ്ങളെ അപ്പോ ആലോചനാക്കുള്ള മനുഷ്യരെ അല്ലാഹുവിന്റെ റസൂലുടെ മർമോണ് ഫാത്തിമ റളിയല്ലാഹു അൻഹാ മുട്ട പോണ്ട സന്ദർഭത്തില് ഫാത്തിമ കാത്തതൈക്കട എന്തെങ്കിലും കൊമ്പണ്ട് ചെന്നിട്ടല്ല നല്ല മാപ്പിള റൂമുക നിന്റെ ഔത്തുക കാള് ബീക്കട സന്ദർഭത്തിലൊന്ന് അസ്സലാമു അലൈക്കും ചന്ദ്രു നക്കുന്നു സലാമു ചൊല്ലടോ. ആ സലാം ഒന്ന് മടക്കുക വേണായിട്ട് ഫാത്തിമ റളിയല്ലാഹു തആല കണ്ടവർത്തുകളും മാപ്പിളോട് നോക്കിട്ട് ചിരിക്കട ക്രമമുണ്ടോ ആ ചിരി കാണുക വേണായിട്ട് അലി റളിയല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടോണ്ടിന്ത് അങ്ങനത്തെ ദാമ്പത്യ കുടുംബ മനുഷ്യ ഫാത്തിമ റളിയല്ലാഹു തആല അവർ നാള് ഔത്തുക അലി തങ്ങൾ പോണ്ട സന്ദർഭത്തില് ഇട്ടിടുന്ന ഫർദ ഉണ്ടല്ലേ ഒരേ ഫർദ ഒരേ ബുർഖാൻ അത് കീറിയപ്പോ അത് പറഞ്ഞു പോയ ബക്കറ്റിയുടെ തോളുടെ പാത്രത്തെ ഒരു കണ്ട തോള് വെച്ചിട്ട് 10 പേജോണ്ടിന്ത് ಅದಕ್ಕೆ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇടക സമത്തെ ഡ്രസ്സില്ലടേ പെണ്ണ് നിന്റെ ഊത്തുന്ന ഗോഡ്രേജ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കണേണ് എത്ര സാരി ഉണ്ടടി അതില് എത്ര ചുരിദാർ ഉണ്ടടി അതില് നിന്റെ ഊത്ര പിത്തുള്ളൊന്ന് നോക്ക് നിന്റെ ചെറുപ്പത്ര ഉണ്ടടി ഊത്തു റാസി എന്നിട്ടും മയ്യാവില്ല എന്റെ പുതിയ ഊത്ര സ്വഭാവങ്ങൾ ചെന്ന ഇടി മതിലി ഷോക്കേസ് നോക്കി വെച്ചർ എല്ലാം ഗോഡ്രേജ് കപ്പാട്ട് ഷോക്കേസ് സകല മധുരം ഷോക്കേസ് നിറഞ്ഞു പിറ്റേന്ന് സുഖീക മാപ്പിള പോകുമ്പോൾ ഇതല്ലേ പോകുമ്പത്ത് കഞ്ഞ പെണ്ടക്ക് പോണ്ടാ എന്നിട്ടില്ലേ ഒട്ട ഇന്ന വാൽദി വേണം വലിയത് ഡ്രസ് ഇട്ട് കപ്പാട്ടിൽ പിടിക്കില്ല അതും തള്ളി വെച്ചിട്ട് അല്ലേ നിപ്പാട്ടര പറഞ്ഞ വംശത്തിൽ നിപ്പാട്ടര അതും തള്ളി വെക്കുവാനായിട്ട് പിന്നെയും കൊമ്പത്ത് അത്ര ഉണ്ട് ഔത്തിലുള്ള 4 ആള് 40 ആള് ഡ്രസ് ഉണ്ട് ജോലിടങ്ങടി പോലെ ഔത്തിലുള്ള 5 ആള് 50 ആളുമാർ ജോഡിണ്ട് ചെറുപ്പം കക്കൂസിൽ ഇട്ടത് വേറെ കിച്ചണിൽ ഇട്ടത് വേറെ ഹാളിൽ ഇട്ടത് വേറെ ജാലിൽ ഇട്ടത് വേറെ കാട്ടടിക്കുമ്പത്തുകുന്ന് വേറെ കണ്ടാസ് പോകുമ്പത്തുകുന്ന് വേറെ മങ്ങിലത്ത് പോകുമ്പത്തുകുന്ന് വേറെ മരിച്ചോട് പോകുമ്പത്തുകുന്ന് വേറെ മാർക്കറ്റ് പോകുമ്പത്ത് വേറെ 5-8 ജോഡി ചെറുപ്പം ഒരു പെണ്ണ് മുന്നൊന്ന സാധാരണ പിടിച്ചൊന്നോട്ടിന്നെ പണ്ട് ഞങ്ങളെ റായത്തായ ചിരിയിക്കുമ്പത്തുകു മങ്ങിലത്ത് പോകുന്ന ഞങ്ങളുടെ റായത്തെ ബേസരങ്ങളുടെ മങ്ങിലത്ത് പോകുമ്പത്തുകു കയ്യിൽ ചെറുപ്പ് പിടിച്ചോണ്ട് മങ്ങിലത്ത് കൊണ്ടേ കയ്യിൽ ചെറുപ്പ് പിടിച്ചോണ്ട് മങ്ങിലത്ത് കൊണ്ട് കാൾ കിട്ടിട്ട് പോണ്ടല്ല അപ്പൊ നാളെ ചനക്കുന്ന നിനക്കുള്ള ഭീരാന്ത പഠിച്ചവനെ ചെറുപ്പ് ഉള്ളത് നമുക്കൊന്നും ചെറുപ്പില്ല ഇന്നങ്ങ കയ്യിൽ പിടിച്ചോണ്ട് കാള് വീടില്ല ഇതിന്റെ വിഷയാണ് കൊറിയ വലിയ അമ്പത്ത് നക്കൂർ ചെറുപ്പ് കൊടുന്നിട്ട് അമ്പത്തില്ല നക്കു ഗുന്തായെ അത് തലയുടെ കാൾ കിട്ടെങ്കിൽ ചെന്നിട്ട്
ഇത് മങ്ങിലത്തേക്ക് പോകുമ്പോഴത്തേക്ക് കയ്യിൽ പിടിച്ചോണ്ടേ മങ്ങി തൗത്തേക്ക് എത്തുമ്പോഴത്തേക്കും നല്ല കാൽ കിട്ടും തെല്ല് മേല അവിടെ ചെമ്മ നടക്കുകയില്ല തെല്ലുടെ നല്ല പുറത്തുകൊണ്ട് കപ്പാടെ ചെരുപ്പ് കയ്യിൽ പിടിച്ചോണ്ടേ എന്തെങ്കിലും ആ ചെരുപ്പ് ചെണ്ട് പെരുന്നാൾ പോകണം മരിച്ചോടൊക്കെ പോകുമ്പോഴത്തേക്കും മങ്ങിലത്തോട് പോകും അത് ഇട്ടിട്ടാവണത്തിന് വേറെ ഇല്ല ഒരു പെണ്ണുക്ക് ഫർദ് എടുക്കടപ്പ് ചിലവരുള്ള ബുർഖാൻ എപ്പെടുക്കട ചിലവരുള്ള തെർസ് പോകുമ്പോഴത്തോടെ എപ്പോഴും ബുർഖയില്ല പണ്ട് പിന്നെ മങ്ങിലത്തെ ഒരു ജോഡി ബുർഖാൻ എടുത്ത് മരിക്കടത്തുള്ള ഭിന്നാതെ ഗോണിയുടെ തുണി പോലെ അതിലിട്ടോണ്ട് പോകേണ്ടി രണ്ടാമത്തതില്ല അങ്ങനത്തെ കാളെ കഴിഞ്ഞു പോയിട്ടുള്ള മനുഷ്യ ഞങ്ങളുടെ റായത്തിലുള്ള എത്ര സുഖമുണ്ട് എന്ത് സൗകര്യമുണ്ട് പടച്ചറപ്പ് നമുക്ക് തന്നത് അല്ലാഹ് നമുക്ക് വേണ്ട അങ്ങനത്തെ പരിസ്ഥിതി അല്ല ദീർഘചൊല്ലില്ല ഇതാ നളർതഹാ സർറത്കാ നീ നിന്റെ പെഞ്ഞയുടെ മുഖം നോക്കുമ്പോൾ അവൾ നിന്റെ സന്തോളാക്കപ്പാട്ടണോ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മാപ്പിളക്ക് ഇഷ്ടപ്പെടാത്ത ആണുങ്ങളെ ഔത്തുക കടത്തുക ഒരു പെണ്ണുക്ക് തീരാ മാപ്പിളയുടെ പെർമിഷൻ ഇല്ലാണ്ട് പെണ്ണ് പരുത്തു പോകുക തീരാ മാപ്പിളക്ക് ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ അവന്റെ പൈസ ചെലവാക്കുക തീരാ അതേപോലെ മനുഷ്യരെ മാപ്പിളക്ക് ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ അല്ലാഹു ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ ഒരു ആണിന്റെ സമ്പർക്ക തീരാ എന്തെല്ലാം കണ്ടീഷൻസിൽ ഒരു പെഞ്ഞയായവണോ ആ രൂപത്തില് തന്റെ സർവസ്വം തന്റെ മാപ്പിള ചെന്നിട്ട് മാപ്പിളക്ക് ഗൊന്താവാത്ത രൂപത്തിൽ അന്യ ആണുക അതേപോലെ അന്യ രൂപത്തിൽ അന്യ ആണുങ്ങളും മെസ്സേജും ഫോണും പളക്കവും ചിരിയും അത് ഉണ്ടാവുക തീര പെണ്ണ് പെണ്ണിങ്ങ മങ്ങിൽ തൊടുക പോയി ഫോട്ടോഗ്രാഫർ ക്യാമറമാൻ്റെ അവന്റെ മൊബൈൽ നമ്പർ എടുത്തും റെയിലിൽ പോയി റെയിലിൽ വിട്ടിട്ടുണ്ട് നമ്പർ എടുത്തും ഹോട്ടലിൽ പോയി തിന്നോടെ സപ്ലൈ ആക്കണോണ്ട് നമ്പർ എടുത്തും പാർക്കിൽ പോയി തിന്നോട് വാച്ച്മാൻ്റെ നമ്പർ എടുത്തും പൂവിന് കൂത്തില്ല വരുമ്പോഴത്തേക്ക് ഇൻസ്റ്റാഗ്രാമിന്റെ നമ്പർ വേറെ ഫേസ്ബുക്കിന്റെ ID വേറെ ഇമെയിൽ ID വേറെ വാട്സ്ആപ്പ് നമ്പർ വേറെ തുടങ്ങിയിട്ട് പിന്നെ മിസ് കോൾ പോകും മിസ് കോൾ പറകും പോകും തുടങ്ങിയത് പിന്നെ ഇത് അടിയായ പോലെ ചുറ്റുന്നത് എവിടെ പോയിട്ട് മാർക്കറ്റ് പോയി എവിടെ പോയി അടുപ്പൊക്കെ പോയിട്ട് ചെന്നിട്ട് ഈ രൂപത്തിൽ മനുഷ്യരുടെ അവസ്ഥ അല്ലാഹു കാത്ത് സലാമത്താക്കുമാറാവട്ടെ സകല ബലാഅത്തും ഇറങ്ങിയത് ഈ രൂപത്തിൽ അനാചാരം തുടങ്ങിയത് ദീർഘചൊല്ലില്ല പെഞ്ഞി മാപ്പിളുടെ ബിസി എങ്ങനെ ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളായ മക്കാവണോ അൽബിർ പോലത്തെ മദ്രസ സുന്ദരമായ മദ്രസ ഉണ്ട് ഞങ്ങളുടെ റായത്തിൽ 8ാം ക്ലാസ്സോളം പഠിപ്പാട്ട് ഉസ്താദുമാർ സാധാരണ 100 മക്കൾ ഉള്ളത് അൽഹംദുലില്ലാ പടച്ചറബ് ഞങ്ങളെ മക്കൾക്ക് നല്ല ബുദ്ധിയും നല്ല പഠിക്കുന്ന നല്ല സ്മരണ ശക്തിയും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ മനുഷ്യ മദ്രസത്തെ ദൈനിക പരിസ്ഥിതി നോക്കൂ എത്രമോ ജാഗലെല്ലാം അങ്ങനെ അതേ 1ാം ക്ലാസ്സിൽ 30 മക്ക ഇക്കടറ് 2ാം ക്ലാസ് എത്തിയപ്പോ 25 മക്ക അവിടെ 3ാം ക്ലാസ് എത്ര സന്ദർഭത്തില് 20 മക്ക ഇക്കടറ് ആ മക്ക നാളെ എത്ര സന്ദർഭത്തിൽ പൂണിഞ്ചായത് അത് പിന്നെ 5ാം ക്ലാസ്സിൽ എത്തുമ്പോൾ 5ാം ക്ലാസ്സിൽ പബ്ലിക് പരീക്ഷ 10 മക്ക പബ്ലിക് പരീക്ഷ എഴുതിയാല് 6 എത്തിയപ്പോ 7ാമത്തെ മക്ക 7ാം ക്ലാസ്സിൽ എത്തുമ്പോൾ 2ാമത്തെ പബ്ലിക് പരീക്ഷ ക്ലാസ്സിൽ എത്തിയപ്പോ 5 മക്ക മാത്രം എഴുതിയാറ് 6ാമത്തെ 8ാമത്തെ ക്ലാസ്സിൽ എത്തിയപ്പോ 3-4 മക്കളെ കണ്ട ആ ക്ലാസ്സില് ഉസ്താദിനാണ് കേൾക്കില്ല എത്രാം ക്ലാസ്സിൽ എത്ര മക്ക ഉള്ളത് ചെന്നിട്ട് എല്ലാ റായത്തെ പരിസ്ഥിതി എങ്ങനെ നാളെ 1ാം ക്ലാസ്സിൽ ഇന്ന് 40 മക്ക 2ാം ക്ലാസ്സിൽ എത്തുമ്പോൾ കുറുടിയായോണ്ട് പോണ്ട് എങ്ങനെ പോയി തീണ്ട് കേട്ട ഉത്തരയില്ല ആർക്കും എന്തൊക്കെ മദ്രസത്തെ ബുട്ടേണ്ട് കേട്ടപ്പോ ഉസ്താദേ മോളെ ബലിയായള് ഉസ്താദേ ഉസ്താദ് അടിച്ചറ് പറഞ്ഞറ് ഉസ്താദമാർ എന്തെങ്കിലും ബുദ്ധിവാദ ചെന്നറ് ഇന്ന് നീ മദ്രസക്ക് പോണ്ടടി എന്തിനാവോട് നോക്കളാ ചെന്നിട്ട് ഈ രൂപത്തിൽ ഉസ്താദ് മുട്ട കൈയുടെ ഷർട്ടും പിടിച്ചിട്ട് കോളറും പിടിച്ചിട്ട് കയ്യുത്താക്കിട്ട് ഉസ്താദുമാർക്ക് അടിക്കുക പോണ്ട പോലത്തെ നാണം കെട്ട സമ്പ്രദായ എത്രമോ ജാഗിലുള്ളത് മനുഷ്യര് സ്കൂൾ നോക്കുന്നേണ് 1ാം ക്ലാസ്സിൽ 30 മക്ക 4ാം ക്ലാസ്സിൽ 40 മക്ക 5ാം ക്ലാസ്സിൽ 80 മക്ക SLC 200 മക്ക PUസിൽ 350 മക്ക യാറായോണ്ട് പോണ്ട് എന്തുകൊണ്ട് ഞങ്ങളുടെ റായത്തെ മദ്രസത്തിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേടിയില്ല ആ മക്ക നക്ക് ദുആരക്കണോ ചൊല്ലൊരു ചിന്തയില്ല മരിച്ചെങ്കിൽ ദുആരക്ക് ഉസ്താദുണ്ടോ മരിച്ചെങ്കിൽ കഫനാക്ക് മുഖരിക്കവുണ്ടോ മരിച്ചെങ്കരാ തൽക്കീൻ ചൊന്ന ഉസ്താദുമാരുള്ളത് ഞങ്ങൾ തിങ്കളിൽ പത്രം വിട്ട് പൈസ എറിയുടെ ഉസ്താദുമാരുള്ളത് അതുകൊണ്ട് പേടിയില്ലടാ ചെന്നിട്ടല്ലേ നിങ്ങളെ ചിന്ത മോണോ ഡോക്ടർ ആവണോ എഞ്ചിനീയർ ആവണോ ലോയർ ആവണോ ഈ രൂപത്തിലുള്ള ചിന്തയല്ലേ നിങ്ങൾക്കുള്ളത് ദീർഘാഭിസയതയുള്ള മനുഷ്യര് നിന്റെ മോണോ ഡോക്ടർ ആവട്ടോ എഞ്ചിനീയർ ആവട്ടോ ലോയർ ആവട്ടോ മാഷാവട്ടോ ടീച്ചർ ആവട്ടോ ആറുമാവട്ടോ നിന്റെ മോണ് മരിച്ചപ്പോ നീട് മരിച്ചപ്പോ നിന്റെ മോണ് നിക്ക് മയ്യത്ത് നിസ്കരിക്കാൻ
നിസ്കരിക്കടവണാവട്ടോ, നീ മരിച്ചപ്പോ നിന്റെ മോന് കഫനാക്കടവണാവട്ടോ, നീ മരിച്ചപ്പോ നിന്റെ ഖബറുടെ മുട്ട നിന്റെ ബാപ്പ മരിച്ചു പോയിട്ട് തമ്പുരാന് നിന്റെ ബാപ്പക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കു തമ്പുരാന്. നീ മരിച്ചപ്പോ എല്ലാ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞാൽ പിന്നെ നിന്റെ തലയുടെ ഭാഗത്ത് നിന്റെ അടുത്തേക്ക് സലാമത്തിന്റെ മോണാവട്ടോ, നീ മരിച്ചപ്പോ പെരുന്നാളിന്റെ സന്തോഷാചരണാക്കട സന്ദർഭത്ത് ഖബർസ്ഥാനത്തേക്ക് വന്നിട്ട് നിനക്ക് ദ്വാരക്കട മക്കാവട്ടോ. നിന്റെ പളക്ക കേക്കട നിന്റെ പിരിസത്തെ ഉമ്മമാരെ പെങ്ങന്മാരെ, നിന്റെ പളക്ക കേക്കട രക്ഷിതാക്കന്മാരെ, ഒരു വിഷയം നിന്റെ കുട്ടിക്കനാണ് കേക്കട്ട. ഇണ്ട് ജാവുകുനീണൂത്തില് പോയിട്ട് വറങ്ങട കാണാമെന്നുള്ളൂ, പായികല്ലെങ്കിൽ തലങ്ങണിക്ക് നീ തലവൈക്കട കാണാമെന്നുള്ളൂ. ഒരു പ്രശ്നം നീണ് കേൾക്കണോ, ആ പ്രശ്നക്ക് നീണേ ഉത്തരവും ചൊല്ലണോ. പടച്ചവന് എന്റെ ചാവുകനാണ് ഉറങ്ങിയപ്പോ നാണ് ഉറങ്ങിട്ട് സുബൈഹ് എണിക്കാത്ത പോലത്തെ പരിസ്ഥിതി വന്നെങ്ക നാണ് മോത്ത് മരിച്ചെങ്ക അല്ലാ അല്ലാ കഷ്ടപ്പെന്നിട്ട് മരണവേദന അനുഭവിച്ചിട്ട് ജന്മ തന്ന നിന്റെ ഉമ്മ നിന്റെ ജന്മ കൊടുത്ത നിന്റെ മക്കളുള്ളറ് നിന്റെ മോണുള്ള അല്ലാ നാണ് മോത്ത് നാളെ സുബൈഹ് മയ്യത്തായിട്ട് പൂന്നപ്പോ നിന്റെ മോള് നിനക്ക് ദ്വാരക്കുവള, നിന്റെ മോള് നിനക്ക് ദ്വാരക്കുവണ, നിന്റെ മോള് നിന്റെ മേലും മയ്യത്തിന് നിസ്കരിക്കുവണ, നിന്റെ മോള് നിന്റെ കഫനാക്കുവണ, നിന്റെ മോള് നിന്റെ മയ്യത്ത് കുളിപ്പാട്ടുവട. നിന്റെ മോള് മരിച്ച സന്ദർഭത്തിൽ നാണ് മരിച്ച നിന്റെ ദഫനാക്കണ സന്ദർഭത്തിൽ ഖബറുക വെച്ചിട്ട് ഖബറിൽ കിടപാട് വീച്ചൽ പിന്നെ നിന്റെ കൗളുക മണ്ണ് വയ്ക്കുക നിന്റെ മോണ് കിട്ടുവട. ഒരു പ്രായത്തിൽ ഒരാള് മരിച്ചത് മനുഷ്യര് കണ്ട സംഭവനാണ് ചെന്നോണ്ടുള്ളത്. ആ മയ്യത്ത് നോക്കുക നാണും പോയ മയ്യത്ത് 2 നാള് ഐസൽ കിടപ്പാട് വെച്ചിട്ടുണ്ടോ. മോണായോട് ഒരേ ഒരു മോണുള്ളത് ഗൾഫിലുള്ളവണോ, അവന് പറകത്തിൽ നേരമുണ്ട് 2 നാള് വേണോ, വിസരത്തിൽ പ്രോബ്ലം ഉണ്ടോ, അതുള്ള സമയത്തിൽ പിന്നെ എത്തുക 2 നാള് വേണാവടോ. അങ്ങനെ 2 നാള് കളിയാണ്ട് ഒരേ മോണുള്ളത് ആ മോണേ ആവണോ. അതുകൊണ്ട് മോണ് പറട്ടെ, മോണ് കൊന്നു നോക്കണു. മോണ് ചെന്നാണ് പറയാണ്ട് ദഫനാക്കില്ല. ചുന്നാള് മാറ് കേട്ടറ് ചെന്നറ് ആറ് ചെന്നപ്പം മോണ് ചെന്ന ആവില്ല. നിന്റെ ബാപ്പടനക്ക് നോക്കാണ്ട് ദഫനാക്കിറവ് തീരാ. ഫ്രീസർ ഇല്ല, ഗ്യാസിലെയും കറണ്ടിലും ഉപയോഗിക്കുന്ന ഫ്രീസർ ഇല്ലാത്ത സമയമുണ്ട്. മിനിമം ഒരു 5-8 വർഷത്തേക്ക് മുന്നുള്ള ചരിത്ര മനുഷ്യര് മീനൊക്കെ ഉപയോഗിക്കുന്ന ഐസ് ഉണ്ടല്ലേ, മീന് പെടക്കാവിടേക്ക് ഉപയോഗിക്കുന്ന ഐസ് ഉണ്ടല്ലേ, ഐസിലെ ഗിട്ട കൊമ്പന്നിട്ട് ഐസിലെ ഇട്ടിക്ക് കൊമ്പന്നിട്ട് അതിനാളെ വെച്ചിട്ട് അതിന് മേള് തുണിയിട്ടിട്ട് ഈ മയ്യത്തിന് ഐസിൽ വീശിട്ട് 2 നാളത്തോളം 2 നാള് കഴിഞ്ഞാൽ പിന്നെ ഗൾഫട മോണായി വന്ന എയർപോർട്ട് എത്തി വിസ കിട്ടിയ പുറത്തേക്ക് കുളിപ്പാട്ടിയറ് കഫന്നല്ലാക്കിയറ് കൊമ്പൂര് പള്ളിയിൽ വീച്ചത് മയ്യത്ത് വന്ന പുറത്തേക്ക് നിസ്കരിച്ചത് ദഫനാക്കട ചെന്നിട്ട് അങ്ങനെ എല്ലാം റെഡിയാക്കിയ പള്ളിക്ക് കൊമ്പോയിട്ട് 2 നിമിഷം കഴിഞ്ഞപ്പോ മോണായോണ് വന്ന് കാറുടെ ഇളിഞ്ഞിട്ട് പള്ളിയുടെ ഉൾഗത്തിലെ മുഖം ഒന്ന് ഓപ്പണാക്കിട്ട് മോണുക്ക് കിടത്തി മോണുക്ക് കാട്ടിത്ത് കാട്ടിൽ പിന്നെ ഇമാമത്ത് നിക്കുക വേണായിട്ട് എല്ലാവരും നിസ്കാരം തയ്യാറായറ്. കേട്ടത് ഈ മനുഷ്യരുടെ മേല് മയ്യത്തിന് നിസ്കരിക്കുക ആരെങ്കിലും വാരിസുദാരന്മാരുള്ളറാ അർഹത ഉള്ളതാണ്ട് കേട്ടപ്പോ നിങ്ങമേ നിസ്കരിക്കൂ ഉസ്താദേ എല്ലാരും ചെന്നറ്. ഉസ്താദ് കേട്ടത് ഇപ്പൊ തന്നെ മോണില്ല, അവനെവിടെ പോയാ ആ മോണായോണ പടച്ചവര് ആ മോണായോണ പള്ളിയുടെ പിത്തിൽ നിന്നെ പടിലങ്ങനെ വെച്ചിട്ടുള്ള ഇന്നും പള്ളികൾ ഉള്ളടത്തിൽ ഉൾഗത്തേക്ക് വന്നിട്ടില്ല. പടിയിൽ വെയിച്ചിടുന്ന മയ്യത്തിൽ നോക്കിയിട്ട് മയ്യത്ത് ഉൾക്കും പോയിടല്ലാണ്ട് ഓണ ഉൾഗത്തേക്ക് പോയിട്ടില്ല. പോയി ഉസ്താദ് ചെന്നവന്റെ വിളിക്കറോ ചെന്നിട്ടു പോയിട്ട് പാലക്കാട് വിളിച്ച് നീ വണ്ടിയിലാണ്ട് കേട്ടപ്പോ നിനക്ക് ഷൂ എടുക്കുക കഷ്ടാവിടോ, കാള് ചണ്ടിയായി കിടക്ക് കഷ്ടാവിടോ, നിങ്ങ നിസ്കരിക്കറോ ചെന്നിട്ട് നായിയുടെ സ്വഭാവം ഇന്ന മോണതാ പുറത്ത് കാത്തോണ്ടുള്ള ബാപ്പട മയ്യത്തെ പുറത്ത് കൊമ്പറക്ക് വേണായിട്ട് സ്വന്തം ബാപ്പട 2 നാളത്തോളം ഐശ്വര കിട്ടില് കിടപ്പാട് വെച്ചിട്ടും ആ മോണ് മാമൂമായിട്ട് സമയത്ത് നിസ്കരിക്കുക തയ്യാറില്ല. എത്ര ആളുമാരുള്ളവരുണ്ട് സ്വന്തം മക്ക സമയത്ത് കബർക്ക് ദഫനാക്കണ സന്ദർഭത്തിൽ കേക്കട കബറെടുക്കണ ആളുമാര് ആറുള്ളവർ കബറുകളിടങ്ങ സ്വന്തം മക്ക ചില നിങ്ങമേ ഇളിയറോ ആറുള്ളവർ കവൾക്ക് മണ്ണ് ബൈക്കിടങ്ങ നിങ്ങമേ ബൈക്കറോ എന്തെങ്കിലും ഓന്റെ ഷർട്ടില് മണ്ണാവിടോ, ഓന്റെ പാന്റില് മണ്ണാവിടോ, കാലില് മണ്ണാവിടോ കബറുകളിഞ്ഞങ്ക എത്രത്തോളം ജനങ്ങൾ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. 3 പിടി മണ്ണിരുടെ സന്ദർഭത്തിൽ എത്രമോ പാലക്കാട് മക്ക ഉള്ളവർ ആ മണ്ണ് സമയത്ത് തൊടുള്ള കയ്യിൽ മണ്ണാവിട് ചെന്നിട്ട് അങ്ങനത്തെ മക്കൾ വേണമോണേ
ಇಂಡ ಹೊರಂಗಡ ಸಂದರ್ಭದಲ್ಲಿ ನೀನೇ ಇದಕ್ಕೆ ಉತ್ತರ ಚೆಲ್ಲಣೋ. ನಾನ್ ನಂಡ ಮಕ್ಕ ಈ ರೂಪದಲ್ಲರ ಮರಿಚಪ್ಪ ನನ್ನ ಮೇಲೆ ಮೈಯ ಮಣ್ಣಿಡಿ ಇಡುವರ ನಂಡ ಕಫನ್ ಹಾಕುವರ ನಂಡ ದಫನ್ ಹಾಕುವರ ನಂಡ ಮಕ್ಕ ചെന്നിട്ട് നിന്റെ മക്കളെ വിഷയത്തിൽ നീനേ റിസൾട്ട് താനീണ്, നീനേ മാർക്ക് ഇടുന്നീണ്. അതുകൊണ്ട് ചിന്തനാക്കിയുള്ളൂ. നിന്റെ മക്ക മദ്രസത്തിൽ 8ാം ക്ലാസ്സിൽ പഠിക്കേണ്ട കണ്ണു ഉസ്താദ് 2 വർഷം 1 ക്ലാസ് ആക്കണോ. കമ്മിറ്റിയുടെ പ്രസിഡന്റിൽ പോയിട്ട് രാജിയാറ് 8ാം ക്ലാസ്സിൽ നിപ്പാട്ടത്തിന് 10ഉം ആക്കണോ. നിന്റെ മക്ക ദീന് പഠിക്കട്ടെ ചെന്ന് പഠിപ്പാട്ടത്തിന് പ്രയത്നാക്ക്. അതൊക്കെ വേണമായ സൗകര്യം നീ ആക്കി കൊടുക്കും മനുഷ്യ. മക്ക നല്ല ആവട്ടോ, മക്ക മരിച്ചെങ്കിൽ ദ്വാരക്കട മക്ക ആവട്ടോ, മക്ക നിന്റെ മേളിൽ അസീനോദ്ര മക്ക ആവട്ടോ. മക്കളെ കുടുംബത്തിലെ സമാധാന വേണ, സംതൃപ്തി വേണ, അല്ലാഹുവിന്റെ റഹ്മത്തിലെ മലായികത്തങ്ങളെ കൊണ്ട് അനുഗ്രഹം വേണ. മക്കളെ നിന്റെ ഉമ്മടെ ജാഗിൽ കാണണം മോനെ, ബാപ്പടെ ജാഗിൽ കാണണം മോനെ. ഉമ്മയും ബാപ്പയും ആച്ചിരുടെ ചൂടി പോലെ മൂലകിട്ട ബസ്സല്ലത്, അത് ഹിദ്മത്തെടുക്കണായ ബസ്സുകാര്, കാള് കൽവണായ ബസ്സുകാര്. അതിന് ഒരു തില്ല് കണ്ണട തന്നെ മോത്തി ഈ ഭൂമിക്ക് തിരിണ്ട് കണ്ടെങ്കിൽ നിന്റെ സർവനാശത്തിന് പുതിയ കാണോണ് വേണ്ട, ക്ഷിപണിയും ബോംബും വേണ്ട, ഒരു ശത്രും വേണ്ട. നിന്റെ ഉമ്മടയും ബാപ്പടയും കണ്ണിട തന്നെ നിന്റെ വലിയ ശത്രുമോണ്. നിന്റെ സർവനാശത്തിന് ഒരു തണ്ണൂരീത്തി കണ്ണിട തണ്ണിമയുമോണ്. ഇതെല്ലാം ചിന്തനാക്കളെ ഉമ്മടെ ഹിദ്മത്തെടുക്ക, ബാപ്പടെ ഹിദ്മത്തെടുക്ക. ഉമ്മ കളിക്കട വസ്തല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ചെല്ലണത് കഷ്ടത്തെ മേൽ കഷ്ടം അനുഭവിച്ചാട്ടായിട്ടുണ്ട് മക്കൾക്ക് ഉമ്മായോട് ജന്മം കൊടുത്തത്. നിക്ക് കുന്തില്ലേ നിന്റെ കണ്ണാരെ കണ്ടതല്ല മോളെ പെണ്ണേ. ഉമ്മമാറി നിന്റെ പളക കിടറണ്ട് കണ്ടെങ്കിൽ നിക്കർത്താവുല്ലടി, നീ മരിച്ചിട്ടല്ല ഹയാത്തായത്. നീ നിന്റെ മോൾക്ക് ജന്മ കൊടുക്കുമ്പോഴത്തോ നിന്റെ പറഞ്ഞോണ്ടുള്ള മോള്, നിന്റെ അടിച്ചോണ്ടുള്ള മോള്, നിന്റെ ചേച്ചന്റെ മുഖത്തോക്കെടു തുപ്പിട മോള്, നീ നാക്കിയത് ഏതും സമാവാത്ത നിന്റെ മോള്, നിന്റെ കാണുമ്പത്ത് കറുസപണ്ട് നിന്റെ മോള്, നിന്റെ മോണോ നിന്റെ കാണുമ്പത്ത് കറുസപണ്ട് മോണോ, നിന്റെ മകനോക്ക് ഇഷ്ടപ്പെടാത്ത മോണോ, നിന്റെ വിട്ടിട്ട് പോയ മോണോ, നിന്റെ ചവിട്ടി പുറത്താക്കണ മോണോ, കണ്ടവർക്ക് നിന്റെ പറയുടെ മോണോ, ആ നാണം കെട്ട മോൾക്ക് നീ ജന്മ കൊടുക്കുന്ന സന്ദർഭത്തിൽ മരിച്ചിട്ടില്ലേ നീ ഹയാത്തായത്. എത്ര നമ്മൾ അനുഭവിച്ചടി നീണ്. നിന്റെ മൂക്കുടെ കൊടിയിൽ നിന്നിട്ട് പിടിച്ചിട്ട് കാരുടെ ഉങ്കുഷ്ടത്തോളത്തോളം ഇന്ന് സകല നാടി നരമ്പ് വിളി ഭരിച്ച് നമ്മൾ അനുഭവിച്ചത് നീണ്. നിന്റെ പയറൊന്ന് നോക്കുടി, നിന്റെ പയറൊന്ന് നോക്കുടി. ഓപ്പറേഷൻ പോയിട്ട് നീ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്റെ പോയിട്ട് ഭയത്തെ ഉൾക്കത്തിൽ കിടാവിടെ നിന്ന് ബലിച്ചെടുക്കുക വേണമായിട്ട് പയർ കീറി വെച്ചത്. അടക്കടയും നരിയുടെയും സാമാനുടെ ഗോണി തുന്നിയത് പോലെ തുന്നി വെച്ച കറുത്ത കായത്തെ കല നിന്റെ ഭയത്തിൽ അവിടെയും കൂടെയും ഇപ്പോഴും കൊല്ലടേ. നിന്റെ മക്കൾക്ക് നീ ജന്മ കൊടുത്തത് എന്ത് കിടി, നിന്റെ പറയുടെ മക്കൾക്ക് നീ ജന്മ കൊടുത്തത് എന്ത് കിടി, നിന്റെ ശാപവീക്കള മക്കൾക്ക് നീ ജന്മ കൊടുത്തത് എന്ത് കിടി, നിന്റെ പറയുടെയും നിന്റെ ചൗട്ടറയും നിന്റെ ഇൻസൾട്ട് ആക്കട് നിന്റെ കണ്ണട തന്നെ പാട്ട മക്കൾക്ക് നീ ജന്മ കൊടുത്തത്. അതിനെ കാണാൻ നിന്റെ ഉത്തരപ്പിത്തിൽ ഒരു തെങ്ങ് നട്ടിട്ടുണ്ടെങ്കിൽ ഒരു ബാള നട്ടിട്ടുണ്ടെങ്കിൽ എന്നെങ്കിൽ പല തിന്നകു തീരാന്ത പെണ്ണ്. നിന്റെ പിരിസത്തെ ബാലക്കാരുടെ പെണ്ണുമക്കളെ, സഹോദരിമാരെ, പെങ്ങളെ, ഒരു നാൾ നീയും ഉമ്മാവിടെ സന്ദർഭത്തിൽ നിക്കതിരെ കഷ്ടത്തിരിയോ. നീ കറുപ്പുഞ്ചായിട്ട് ഭയത്തിൽ കിടാവ് തകരാറിലുണ്ടോ, കിടാവ് അടിമറിഞ്ഞിട്ടുണ്ടോ, കിടാവ് തലമേലും അതേപോലെ കാല് കീലും ആയിട്ടുണ്ടോ. ഡോക്ടർമാർ എന്തെങ്കിലും ഒരു ന്യൂനത്തെ ചെല്ലുമ്പോൾ നീ പറക്കുക തുടങ്ങട, പേടിക്കുക തുടങ്ങട. പളച്ചവന് മരിക്കടാ ചെന്നിട്ട് ഇപ്പറത്ത് ഞങ്ങളുടെ വളച്ചിൽ ചെല്ലറായത്തിലൊരു പിരസത്തെ ഒരു പെണ്ണ് മരിച്ചു പോയാല്. ആ ഉമ്മയും പെണ്ണും ഹോസ്പിറ്റലിൽ പോയിട്ടിന്നത് പെണ്ണ് കറുപ്പുഞ്ചായിട്ടിന്നത്. നാലാമത്തെ കിടാവുക്ക് ജന്മ കൊടുക്കുക, 3ാമത്തെ കിടാവുക്ക് ജന്മ കൊടുക്കുക കൊണ്ടത്. അങ്ങനെ അന്തും ഇന്തും ജാവുക 10 ഗണ്ട അവിടെ സന്ദർഭത്തില് നോർമലായിട്ട് ഡെലിവറി ആയിട്ട് ഉമ്മ ആരോഗ്യത്തിലുണ്ടോ, കിടാവ് ആരോഗ്യത്തിലുണ്ടോ. ഇപ്പുറത്ത് മനുഷ്യ ജന്മമോ 4 തിങ്ങൾക്ക് മുന്നത്തെ ചരിത്രം ചെന്നോണ്ടുള്ളത്. ഉമ്മയും കിടാവും ആരോഗ്യത്തിലുള്ളത് ഒരു തൊന്തരയുമില്ല. മാമൂലിയായിട്ട് പോയോണ്ടുള്ള നിഫാസ് രക്തം ഉണ്ടല്ലോ, പേത്ത് ചോര ഉണ്ടല്ലോ, അത് പോയോണ്ടുണ്ടോ കൺട്രോൾക്ക് കിട്ടില്ല. കണക്കിടക്കാണ് ആറ് പോയോണ്ടുണ്ടോ. തീരത്ര ബ്ലഡ് കൊടുത്തു നോക്കിയാല് ആയെങ്കിലും നിക്കണത് കാണില്ല. ചാവുപോണെന്ന് കണ്ട അവർ ഡോക്ടർമാർ ചെന്നത് വേഗം ഓപ്പറേഷൻ ആക്കാണ്ട് ഗർഭകോശത്തെ ആ നാളത്തൊന്ന് കെട്ടിടാണ്ട് സാധ്യയില്ല. തിയേറ്ററിൽ കൊമ്പോണ്ട സന്ദർഭത്തിൽ ആരോഗ്യത്തിൽ നിന്ന് മോളായോളൂ ഉമ്മടെ വിളിച്ചു ചെല്ലുമ്പോ
നിന്റെ ഓപ്പറേഷൻ ആകുമ്പോണ്ട് ഉമ്മ ഭർത്തവണ്ട ഗ്യാരണ്ടി ഇല്ല ഉമ്മ. നിന്റെ ജീവനത്തിൽ എന്തെങ്കിലും ഞാറക്കുറടി വന്നിട്ട് നിനക്ക് മാഫാക്കും ഉമ്മടെ കൈ പിടിച്ചിട്ട് ഉമ്മടെ കൈ പിടിച്ച് മുത്തിട്ട് ഉമ്മടെ അറുകി പിടിച്ചിട്ട് ഉമ്മടെ ദുആക്ക് വസിയത്താകട്ടെ പുറത്ത് കേട്ടിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ പോയാൽ പിന്നെ അരഘണ്ട കഴിഞ്ഞാൽ പിന്നെ ഓപ്പറേഷൻ ഉള്ള കഴിഞ്ഞ ഡോക്ടർമാർ പുറത്ത് വന്ന് ചെന്നത് വിളിക്കുകയില്ല. അല്ലാ അല്ലാ ഒരു കിടാവുടെ കുടുംബത്തെ കയ്യിൽ കൊടുത്തു ഉമ്മ പോയത് എത്ര ഉമ്മമാരെ ചരിത്രമുണ്ടോ, എത്ര ഉമ്മമാരെ ചരിത്രമുണ്ടോ. ഈ ദുനിയാവ് നിന്റെ കടത്തൊക്കെ വേണമായിട്ട് ഉമ്മ ജീവ കൊടുക്കുന്ന പരിസ്ഥിതി ബന്ധലാമോള്, ഉമ്മയുടെ പയരക്കീറണായുടെ പരിസ്ഥിതി ബന്ധ റെഡിയുമോള്. ആ ഉമ്മ മരണവേദന അനുഭവിച്ചിട്ട് ഉമ്മയുടെ പയത്രൊഴുകത്തിട്ട് പോയ ചോരക കൈ കണക്കില്ലടി. ഉമ്മ കിടന്നിട്ട് വർഷഘട്ടനെ കിടന്നിട്ട് ആവുന്ന ഗായെന്ന് വണങ്ങുക വേണമായിട്ട് എത്രമോ ഇഞ്ചക്ഷൻ തിന്നിട്ട് ആ ഉമ്മനിക്ക് ജന്മതണ്ട സന്ദർഭത്തിലോ മരിച്ചത് പേടിച്ച് പറച്ചു പോയിട്ട് ആ ഉമ്മടല്ലടി നീണ്ട് പറയിടത്, ആ ഉമ്മടല്ലടി നീ ദൂഷനാക്കണത്, ആ ഉമ്മടെ അല്ലടാ നീ നിന്റെ ദൂഷനാക്കണതും ചവിട്ടതും പറയിടതും ഒരു നേരത്തെ മറന്ന സമയത്ത് കുമ്പറാക്കുന്ന നീ ഇഷ്ടപ്പെടാതെ മൈതാനത്തിൽ ഗണ്ടകട്ടല കളിക്കടനേണ് നിന്റെ ഉമ്പാപ്പടന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. നിനക്ക് പുരുഷത്തില്ല, ഉമ്മക്കൊന്നും മറന്നു കൊമ്പറകൊന്നും പുരുഷത്തില്ല. ചങ്ങായിമാർക്ക് എവിടെ പോയിട്ടും എത്ര വേണം തിന്നവാണ്ടത് തയ്യാറുള്ള നീണതോ. സ്വന്തം ഉമ്മയുടെ ഭയത്തിൽ ഒരു നേരത്തെ കഞ്ഞിയുടെ തണ്ണി സമയത്ത് ബീത്തൊക്കെ നിൽക്കും മനസ്സില്ല. ഇങ്ങനല്ലേ മോനെ നിന്റെ ജീവനുണ്ട്, കളിയല്ല മനുഷ്യ. ഈ ദുനിയാവുള്ള നിന്റെ ഉമ്മടത്ര പിരിസപയിക്കുക ആർക്കും സാധ്യയില്ലടി പെണ്ണ്. ഉമ്മടെ പിരിസത്തറക്കൊരു മാപ്പിളയുടെ കൊണ്ട് സാധ്യയില്ല, ഉമ്മടെ പിരിസത്തറക്കൊരു പെഞ്ഞയുടെ കൊണ്ട് സാധ്യയില്ല, ഉമ്മടെ പിരിസത്തറവ് വേണായിട്ട് മക്കൾക്ക് സാധ്യയില്ല, ആർക്കും സാധ്യയില്ല. ഉമ്മടത്ര പിരിസപയിക്കോ മനുഷ്യ. നീ പൊടി കിടാവായിട്ട് കിട സന്ദർഭത്തില് 1.5 വർഷ വയസ്സിലെ കിടാവ് കുഞ്ഞായിട്ട് കിട സന്ദർഭത്തില് നീ നടക്കൊക്കെ പഠിക്കുമ്പോ കാള് തപ്പിപൂനപ്പോ ആ ഉമ്മക്ക് നമ്മളായിട്ട് നിക്ക് നമ്മളായിട്ടില്ല, ആ ഉമ്മക്ക് നമ്മളായിട്ട് സൈക്കു തീരിട്ടില്ല. നീ ചെറിയ കിട സന്ദർഭത്തിൽ കാളുക ചെറിയ മുള്ളു തറച്ചപ്പോ ഒരു കള്ള് താകിയപ്പോ ആ ഉമ്മക്ക് നമ്മളായിട്ട് സൈക്കു തീരിട്ടില്ല. നീ പുൽപൊട്ടപ്പോ ഉമ്മ നിന്റെ ചിരിപ്പാട്ടിട്ട് നിക്ക് പനി വന്നപ്പോ നിന്റെ ഉമ്മ ഉറങ്ങിയിട്ടില്ല. നീ പൈക്കുമ്പോ എവിടെയെങ്കിലും കൊമ്മൻ നിന്റെ ബാപ്പ നിന്റെ പയറ് നിറച്ചിട്ട് നിക്ക് ഏത് ഡ്രസ് വേണോ കേട്ടതെല്ലാം കടാ കിട്ടും, സാളാ കിട്ടും, ചോളാ കിട്ടും, എവിടെയുള്ള വലിച്ചു കൊമ്മന്നിട്ടും എന്തെല്ലാം രൂപത്തില് നിന്റെ ഉമ്മ നിന്റെ പട്ടിണിയാക്കിട്ടില്ല, നിന്റെ ബാപ്പ നിന്റെ പട്ടിണിയാക്കിട്ടില്ല. ആ ഉമ്മടല്ലടാ നീ പറഞ്ഞോണ്ടുള്ളത്, ആ ബാപ്പടല്ലടാ നീ ഇങ്ങനെ പിരിസക്കുറോടിയാക്കിയോണ്ടുള്ളത്, ആ ബാപ്പടല്ലടാ ആള് മാറിയതിൽ നീ ഇൻസൾട്ട് ആക്കിയോണ്ടുള്ളത്. മക്കളെ നിന്റെ സ്വർഗ പള്ളിയിലുള്ളടാ പെണ്ണെ, നിന്റെ സ്വർഗ ഖുർആനില്ല, നിന്റെ സ്വർഗ അതേപോലെ ദിക്റും തസ്ബീഹുകളില്ല, നിന്റെ സ്വർഗ ചെണ്ടല് അത് നോമ്പുളും അതേപോലെ ഹജ്ജിലും ഉംറത്തിലും സകാത്തിലും നിസ്കാരത്തിലും ഇല്ല. നിന്റെ സ്വർഗ ഉള്ളത് നിന്റെ ഉൾക്കത്തില് ആ ചന്തയില്ലാണ്ട് സീക്ക് പിടിച്ചിട്ട് കിടത്തത്തിലും മരിക്കുക കിടന്നിട്ട് നമ്മുടെ കാലടടിയിലുണ്ടേ നിന്റെ സ്വർഗ. നിന്റെ നിസ്കാരത്തും നോമ്പുക്കും ഹജ്ജുക്കും സകാത്തും ഖുർആനുക്കും അതേപോലെ ഉംറത്തുക്കും അല്ലാഹുവിന്റെ സ്വർഗ കിട്ടണ. ഉമ്മ നിന്റെ സ്വർഗത്തേക്ക് കടത്താണ്ട്, ഉമ്മ സ്വർഗത്തെ സർട്ടിഫിക്കറ്റ് തരാണ്ട്, സ്വർഗത്തെ താക്കളും ഉമ്മ തരാണ്ട്, ബാപ്പ തരാണ്ട് സ്വർഗത്തേക്ക് പോകുക അവിടെയില്ല. അതുകൊണ്ട് പെണ്ണ് ചിന്തനാക കളി ഉമ്മറ വെട്ടിക്ക് വേണ്ട, കളി ബാപ്പട വെട്ടിക്ക് വേണ്ട. ചെണ്ണല്ലേ ഈ ദുനിയാവിൽ എത്രമോ ആളുമാറുള്ളത് സ്വന്തം ഉമ്മടെ അടിച്ചു കൊന്നിങ്ങ ഉള്ളത്, ബാപ്പട കൊന്നിങ്ങ ഉള്ളത്, ഇളങ്ങമൂത്തങ്ങ കൊന്നിങ്ങ ഉള്ളത്. എവിടെയെങ്കിലും കേട്ടേ നീണ് മോന്റെ ഉമ്മ അടിച്ചു കൊന്നുറൂ ചെന്നിട്ട്, മോളെ ഉമ്മ അടിച്ചു കൊന്നുറൂ ചെന്നിട്ട്, മോളെ ബാപ്പ കൊന്നുറൂ ചെന്നിട്ടോ ഇല്ല മനുഷ്യ. അതിൽ ഉണ്ടാക്കുക വേണായിട്ട് അങ്ങ് പറഞ്ഞ കഷ്ടപ്പാട് അങ്കേകുള്ളത് ചെറിയ ബിസിയല്ല മോള്, ഒരു ബിസിയെ ചെല്ലട്ടാ ഉമ്മടെ പിരസത്ത് ഒരു ഉദാഹരണ. ഇപ്പുറത്തേക്ക് നാണ് കേട്ട വിഷയ മനുഷ്യര് കാലിക്കറ്റ് ചെൽഡറായത്തിലെ ഒരു കുഗ്രാമത്തില് സിറ്റിയുടെ പുറത്ത് പ്രദേശത്തിലുള്ള ഒരു കുഗ്രാമത്തില് ഒരു പെണ്ണുങ്ങളുണ്ട്. ആ പെണ്ണുങ്ങൾ സ്വാഭാവിക പോലെ ഞങ്ങളെ പെണ്ണുങ്ങളെ പോലെ മക്കൾക്ക് ജന്മം കൊടുത്തിട്ട് ഒരു ചെറുക്കടത്തിൽ ഉഷാറാക്കിയിട്ട് എഞ്ചിനീയറായ നല്ലൊരു പെണ്ണിടെ നോക്കിയ മംഗലായാൽ പിന്നെ അവണ് ഗൾഫിക്ക് പോയ നാറാളെ കാസാക്കിയ പിന്നെയായുള്ള മല്ലേ ചൊല്ലകു തുടങ്ങിയത് ഇവള്
ಇನ್ನೊಂದು ದೈಕೋಣ ಸಿಟಿಗೆ ನಂಗೆ ಹೋಯಂಗಿಲ್ಲ ಈ ಹಳ್ಳಿಯಲ್ಲಿ ഒരു ബൈക്ക് സമേത ಬಂಡಿಲ್ಲ ಈ ಜಾಗಗ ನಿಂಗೆ ಇಂಜಿನಿಯರ್ ಅಲ್ಲ ಆಳಮಾರು ಚಮ್ಮೆ ಆಳಮಾರು ಬರ್ಮುತುಗು ಕಷ್ಟ ಆವಿಲ್ಲ ಸಿಟಿಗೆ ಹೋಯಂಗಿಲ್ಲ തെങ്ങിയുടെ പളക കേട്ടിട്ട് ഉമ്മടയും മൗത്രങ്ങളെയും വിട്ടിട്ടോ സിറ്റിയിൽ ബാടിക്ക് അകെടുത്താ ഒരാൾ കഴിഞ്ഞാൽ പിന്നെ അത് സ്വന്താക്കിയ ഗൾഫിനോട് ധാരാളം കാസാക്കിയ അതിൽ രണ്ട് പെണ്ണുമക്ക ഉണ്ടായിട്ട് നല്ല എഡ്യൂക്കേഷൻ രണ്ട് പെണ്ണുമക്കും കൊടുത്തിട്ടോ ഒരാൾ കഴിഞ്ഞാൽ പിന്നെ രണ്ട് പെണ്ണുമക്കും മങ്ങിലാക്കിയിട്ട് ഞങ്ങളെ റായത്തെ പോലെ പെണ്ണിടെ അവിടെ മങ്ങിലാക്കിയിട്ട് ബാൾപാട്ടി കൊടുക്കുന്നതല്ല ബദലക ഏതൗത്തില് പെണ്ണുണ്ടാ അവിടെ ആനയുടെ മങ്ങിലാക്കി കൊമ്പണ്ട സമ്പ്രദായ പെണ്ണിടെ ഉത്തര സെറ്റിൽ അവിടെ ആണന്മാരും മാപ്പിളന്മാര് അങ്ങനത്തെ സമ്പ്രദായ മലബാർ പ്രദേശത്തില് കേരളത്തില് അന്തും എന്തും കുറെ നാള് കഴിഞ്ഞിട്ട് സുന്ദരമായ സുഭിക്ഷമായ സന്തോളത്തൊരു കുടുംബ ജീവന കുറെ നാള് കഴിഞ്ഞപ്പോ ഇന്നും ഈ ബാപ്പായോട് ഗൾഫിൽ നയിച്ചുകൊണ്ടുള്ള കുറേ ടൈം കഴിഞ്ഞപ്പോ തിണ്ടതെല്ലാം അങ്ങനെ പുറത്ത് പോകു തുടങ്ങിയിട്ട് ജീർണ ആവില്ല റൊട്ടി തിണ്ടെങ്കിൽ അങ്ങനെ ബാക്ക് സൈഡിൽ ഇളിഞ്ഞു പോണ്ടോ ചോറുണ്ടെങ്കിൽ അങ്ങനെ ചോറ് അങ്ങനെ പോണ്ടോ അത് ജീർണ അവിടെ കണ്ടില്ല മുട്ടത്തെ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ആക്കിയപ്പോ പടച്ചവന് ഡോക്ടർ ചെന്ന നിക്ക് മാറക്ക രോഗ ബന്ധു മോണ് വേഗം എക്സിറ്റ് അടിച്ചിട്ട് റായത്തേക്ക് പോചൊന്നിട്ടോ അങ്ങനെ ഈ മനുഷ്യർ റായത്തേക്ക് പണ്ട് കാണുമ്പോൾ ഫോണാക്കിയത് പിന്നേക്ക് ഇതടി ഞാൻ ഗൾഫ് മയ്യാക്കിട്ട് റായത്തേക്ക് പണ്ടടി ആ സന്ദർഭത്തിൽ പിന്നേക്ക് ബേജാറ് തുടങ്ങിയത് തെങ്ങി മക്കളിൽ ചെന്നപ്പോ മക്കും ബേജാറായത് എന്തൊക്കെ ബേജാറ് ഉണ്ട് കേട്ടെങ്കിൽ ബാപ്പക്ക് ഉഷാറില്ല അതേപോലെ മാപ്പിളക്ക് ഉഷാറില്ല ചെന്നിട്ടല്ല ബേജാറ് ഇന്ന് ഉടക്ക് വന്നെങ്കിൽ നമുക്ക് പിറാന്ത് നായിടെ പോലെ അങ്ങാടി ചുത്തതാവില്ല മാപ്പിള ഔത്തുളിന്നെങ്കിൽ പോലെ ചെലവാക്കുകാവില്ല മാപ്പിള ഔത്തുളിന്നെങ്കിൽ മാപ്പിള തീക്കിടല് മാപ്പിള ഗൾഫിൽ ഇന്ന കാലത്തോടെ പെഞ്ഞേ കൂടെ കുസി അവന് എന്തെല്ലാം സീക്ക് സങ്കടം പിടിച്ചിട്ട് മൂത്രത്തിലെ കല്ലായിട്ട് കിഡ്നിയിലെ കല്ലായിട്ട് ഷുഗറും പ്രഷറും സകലമാണ് രോഗത്തെ കേന്ദ്രമായിട്ട് സാമ്പത്തിക റായത്തേക്ക് വേണ്ട പോലോത്ത പരിസ്ഥിതി അത് പെണ്ണിങ്ങു കരുത്താവില്ല അങ്ങനെ അന്തും ഇന്തും റായത്തേക്ക് പറയാണ്ട് വേറെ തെരുവില്ലാണ്ടായിട്ട് റായത്തേക്ക് വന്ന് കുറെ നാള് കഴിഞ്ഞപ്പോ ഗൾഫിലെ ഡോക്ടർമാർ ടെസ്റ്റ് ആക്കിയ റിപ്പോർട്ട് ഒന്ന് നോക്കിയപ്പോ മക്കൾക്ക് ചെറുതായിട്ട് ബാപ്പക്ക് ക്യാൻസർ പിടിച്ചിട്ട് ചെന്നിട്ട് ജീർണകോശത്തേക്ക് ക്യാൻസർ പിടിച്ചിട്ട് മൈന് കരളക്ക് അത് സ്പ്രെഡ് ആയത് ലിവറിനോട് തോളി എത്തിയിട്ട് ട്രീറ്റ്മെന്റിലെ 4th സ്റ്റാൻഡേർഡ് ഉണ്ട് അത് ഏത് രൂപത്തിലും അതൊക്കെ ട്രീറ്റ്മെന്റ് കണ്ടില്ല സകലമാണ് ഡോക്ടർമാരെയും കൊമ്പോയിട്ട് കാട്ടിട്ട് എല്ലാരും ചെന്നൊരു എന്താക്കും പോലെ ഇല്ല റബ്ബേ ഔത്തുല് ബേജാറ് തുടങ്ങിയിട്ട് ഔത്തുല് ദുഃഖം തുടങ്ങിയിട്ട് മക്കൾക്കും ബേജാറായിട്ട് എന്ത് കേട്ടെങ്കിൽ ബാപ്പക്ക് സീക്കല്ലേ ചെന്നിട്ടല്ല ബദലക്ക് ഈ സീക്ക് പിടിച്ചോണ്ട് ഇവിടെ എങ്ങനെ നോക്കിട്ട് ചെന്നിട്ട് അതായിട്ട് ഇങ്ങനെ ബേജാറ് ഇണ്ട് ഞങ്ങളുടെ റായത്തിലും അങ്ങനെ ഉസ്താദേ ബാപ്പക്ക് മരിച്ചിരങ്ങ മയ്യാവാന്ത് ഉമ്മ മരിച്ചിരങ്ങ മയ്യാവാന്ത് ഗലീജാക്കിയോണ്ടുള്ളത് അങ്ങനെ അറിയാ നാറുപാട്ടിയോണ്ടുള്ളത് കിടന്നവിടെയെ ഒന്നൊക്കെയും ഇരടയ്ക്കും കിടന്നങ്ങളുടെ മേ അത് ക്ലീനാക്കൊക്കെ വൃഹത്തില്ല മയ്യാവില്ല ഇങ്ങനല്ല മനുഷ്യ ബാലക്കാരാ ഉമ്മ പുതിയ ഡ്രസ് ഇട്ടപ്പോ ആ ഉമ്മ നിന്റെ മടിയിൽ ബീച്ചിട്ട് ദൈപ്പാട്ടിയപ്പോ ഉമ്മയുടെ പുതിയ ഡ്രസ്സ് നീ മൂത്ര ബീച്ചിരടി പാപ്പയുടെ ഡ്രസ്സ് നീ ഇരടക്കാക്കിടലാണേണ് നിന്റെ ഉമ്മയുടെ മുലപ്പാട് കുടിച്ചിട്ട് നീ ഉമ്മയുടെ മുഖത്ത് തുപ്പിരടി നീണ് നിന്റെ ഉമ്മയുടെ മുലപ്പാട് കുടിച്ചിട്ട് ഉമ്മയുടെ മേലേക്ക് കാറിടടി നീണ് ഉമ്മ ആ സന്ദർഭത്തിൽ ഉമ്മക്ക് നിന്റെ ഇരടക്കാക്കിയത് നാറിയിട്ടില്ല ഉമ്മ മൂത്ര ബീച്ചത് നാറിയിട്ടില്ല ഉമ്മ അതേപോലെ കിടാവ് മൂത്ര ബീച്ചത് നാറിയിട്ടില്ല കിടാവ് ഇരടക്കാക്കിയത് നാറിയിട്ടില്ല നിന്റെ ഉമ്മക്ക് തുപ്പിയ പരസ വന്നിട്ടില്ല നിന്റെ ഉമ്മക്ക് മേലുക കാറിയ പരസ വന്നിട്ടില്ല നിന്റെ ഉമ്മക്ക് അതെല്ലാം നോക്കിയിട്ട് അത് ഒരു നജിസ് സമയത്ത് അല്ലാ ചെല്ലുടെ രൂപത്തിലേക്ക് കയ്യാറ് എടുത്തിട്ട് ദൂറാക്കിയിട്ട് കയ്യാറകുമ്പോഴ് കുളിപ്പാട്ടിട്ട് ഉമ്മയുടെ ശരീരത്തിൽ ഉമ്മയുടെ മൂക്കുകൂറ് പരിമളല്ലാണ്ട് ദുർഗന്ധ വന്നിട്ടേയില്ല അത്രത്തോളം കഷ്ടബന്ധരുടെ ഒരു നാളല്ല 2 നാളല്ല വർഷഘട്ടല ആ ഉമ്മ നിന്റെ ഉത്തര പായിലൊന്ന് മൂത്രഭീതിയപ്പോ എനിക്ക് തീരാണ്ട് പാപ്പൊന്ന് ഗലീജാക്കിയപ്പോ പാപ്പൊന്ന് തുപ്പക്ക് തുടങ്ങിയപ്പോ നിക്ക് എത്ര വർഷ പണ്ടിലാമോടെ നിക്ക് അറസ പണ്ടൽ അല്ലാഹുടൽ മനുഷ്യ ചെറിയ ബിസിയുള്ളത് അനിഷ്കുർലി വലി വാലിദൈ നക്ക് നീന ശുക്റാക്ക് നിന്റെ ഉമ്മ ബാപ്പക്ക് ശുക്റാക്ക് അള്ളവടി പാടിയോണ്ടുള്ളത് ദീർഘം കൊണ്ട് ചൊല്ലുക പോയി തേണ്ട് കണ്ടെങ്കിൽ അന്തും ഇന്തും മനുഷ്യരേ അങ്ങനെ ആ പാപ്പായോട് ഉഷാറില്ലാണ്ട് ഘടകത്തിലായിട്ട് എനിക്കിടെ പരിസ്ഥിതി ഇല്ലാണ്ടായിട്ട് തിണ്ടെങ്കും ഇരടക്കാക്കിട നിന്റെ പോണ്ടില്ല ഒന്നുള്ള ഇടിയോ
ഇടിയോടെ കലങ്ങാണ്ട് ഗലീജായിട്ട് അങ്ങനെ പോയോണ്ട് കണ്ടെങ്കും ആ ഉമ്മകർ അതേപോലെ അങ്ങനെ പോയി തിണ്ട് ഇപ്പത് ബന്ധായിട്ട് പോണ്ടേയില്ല തിന്നകു ಬೇಡು ಆಯಂಗ മോശന പോണ്ടില്ല എന്താക്കട പടച്ചവനെ ആറ്റക്ക് ബെർലിട്ടിട്ട് ഇടക്ക് എടുക്കണ പോലത്തെ പരിസ്ഥിതി വന്ന് പിന്തുവാരത്തേക്ക് ബെർലിട്ടിട്ട് എടുക്കണ പോലത്തെ പരിസ്ഥിതി വന്ന് അല്ലാ ആറുള്ളറിന്ന് നോക്കൂ ഹോസ്പിറ്റലിക്ക് വേണ്ട നോക്കില്ല വൃദ്ധാശ്രമത്തിൽ ചെറുപ്പാട്ടെങ്കിൽ ഞങ്ങളെ ചെല്ലല് സ്വർത്തകാളെ കൊമ്പ നിങ്ങൾ പ്രൈവറ്റ് വേറെ റൂം കൊടുക്കണ്ടേ ഞങ്ങളെ നോക്കുക വേണായിട്ട് ആള് മാറി മറുപടി ഇത് നാറിയോണ്ടുണ്ടല്ലോ എന്താക്കട്ടെ ചെന്നിട്ട് ആ സന്ദർഭത്തിലതാ ചുമ്മ വർഷத்துக்கு മുന്നൊരു ഈ സീക്ക് പിടിച്ച ബാപ്പുണ്ടല്ലേ ആ ബാപ്പ നമ്മുടെ വിട്ട് വന്ന മനുഷ്യര് സൗകര്യത്തിക്ക് വേണ്ടി സിറ്റിക്ക് വന്ന ആളുകാര് അതേപോലെ അവിടെ ബൈക്ക് പണ്ടില്ല കാറ് പണ്ടില്ല ചെന്നിട്ട് ഉമ്മടെ വിട്ട് വന്ന മനുഷ്യര് ഗൾഫിടറായത്തേക്ക് വന്നെങ്കിൽ എപ്പങ്ക് പോയിട്ട് ചില്ലറ കാസെറിഞ്ഞ് വന്നോണ്ടിരുന്ന മനുഷ്യര് ഇണ്ട് സീക്കില് കിടത്തത്തിനായിട്ട് മരണവേദന അനുഭവിക്കുമ്പോഴത്തോ സ്വന്തം പിന്നെയും മക്കളും സമേത തിരിഞ്ഞു നോക്കാട്ടിക്കട സന്ദർഭത്തിലതാ ആരോ കിടത്തത്തിലായിട്ട് വയസ്സായ കെൽത്തി ഉമ്മടിൽ ആരോ ചെന്നറ് നിങ്ങളെ മോനെ ഇങ്ങനത്തെ പരിസ്ഥിതിയിലുള്ള സിറ്റിയിൽ ഇന്ന ഫ്ലാറ്റില് അങ്ങനെ ചെന്നപ്പോ ഉമ്മടെ കൽബ് അങ്ങനെ പൊട്ടു തുടങ്ങിയത് ഉമ്മക്ക് ബേജാറ് സൈക്കു തീരാണ്ടായത് മെല്ലെ ആരോ സ്വന്തം മോണുകൊന്ന് ഫോണാക്കി താ ചെന്നിട്ട് ഉമ്മ ഫോണാക്കിട് മോനെ ബേജാറാവണ്ടലാ നിന്റെ പെഞ്ഞി നോക്കില്ലെങ്കും നിന്റെ മക്ക നോക്കില്ലെങ്കിൽ മറുമക്ക നോക്കില്ലെങ്കിൽ ബേജാറാവണ്ട മോനെ നാണ് ഇന്നും ഹയാത്തുള്ള നീ ഇവിടേക്ക് മല്ലേ ബാ ആരെങ്കിലും വിളിച്ചോണ്ട് വാ അല്ലെങ്കിൽ ആരെങ്കിലും നാണ് കടത്തില നണ്ട ഉതുക വാ നാണ് കിടക്കട കട്ടിലിന്റെ മുട്ടത്തിൽ നിൽക്കും ഒരു കട്ടിലിട്ട് തറ നണ്ട ഒട്ടികമേ കിടക്കുമോളെ നിന്റെ ഗലീജ് നാണേ കിടന്നവിടെ എടുക്കട നിന്റെ ബായിക്ക് നാണ് കിടന്നവിടമേ തെളിവീത്രളാ മോനെ ബേജാറാവണ്ട ബാ മോനെ ചെന്നിട്ട് ഇത്രമോ വർഷത്തേക്ക് വലിച്ചെറിഞ്ഞു പോയ മോണ്ടതാ ഉമ്മ ഇന്നും വിളിച്ചോണ്ടുണ്ട് ബാ മോനെ ചെന്നിട്ട് ഇത് മനുഷ്യ ഉമ്മടെ പിരസ ചെന്നെങ്കിൽ ആ ഉമ്മടെ പിരസ ഈ ദുനിയാവുൾ എത്ര ആള് തന്നെങ്കും അത് തീർക്കുക സാധ്യയില്ല മോനെ ഉമ്മടെ പിരസത്തേക്ക് ബദലാക്കുക ഒരു പിരസ ദുനിയാവില്ല മനുഷ്യ മാപ്പിളയുടെ പിരസ മാപ്പിള ഉഷാറിന്നെങ്കിൽ മാപ്പിള കൈക്കാളില്ലാണ്ട് കണ്ടെങ്കിൽ മാപ്പിളക്ക് രോഗം കൊണ്ടുകൊണ്ട് കണ്ടെങ്കിൽ ആറ് വേണോ അവൾ ഇളിഞ്ഞു പോണ്ടില്ല എത്ര പെഞ്ഞി മാറുള്ളത് പെഞ്ഞി ഉഷാറില്ല സമയില്ലാണ്ട് കണ്ടപ്പോ അവളെ വലിച്ചെറിഞ്ഞ ഇന്നൊരു പെണ്ണുടെ മങ്ങിൽ അവിടെ എത്ര മാപ്പിളന്മാരില്ല മക്ക സമയില്ലാണ്ട് അതേപോലെ ഉമ്മ ബാപ്പ അർസപണ്ടേ അങ്ങ് ബുദ്ധിവാദ ചെണ്ടറുണ്ട് കണ്ടപ്പോ അങ്ങനെ പുട്ടിലോട്ട് എത്ര മക്കയില്ല ആയങ്ക നീ ഉമ്മടെ മറന്നെങ്കും ഉമ്മടെ അടിച്ചെങ്കും ഉമ്മടെ കൊത്തിയെങ്കും ഉമ്മടെ കുത്തിയെങ്കും ഉമ്മടെ എന്ത് ചെന്നെങ്കും ഉമ്മാകെ എപ്പോഴും മക്കളെ വേണ്ടാണ്ടാവില്ല അത് പെണ്ണെ ഉമ്മ മനസ്സ് ചെന്നെങ്ക് അത് ആണിങ്ങളെ ഉമ്മ മനസ്സ് ചെന്നെങ്ക് ആ ഉമ്മയും ബാപ്പയും നിൽക്കുമെന്ന കഷ്ടപ്പാട് ചെറിയതല്ല മോനെ അതുകൊണ്ട് മക്കളെ പാലക്കാരോ ഏത് സന്ദിഗ്ധ പരിസ്ഥിതി വന്നുകൊണ്ട് കണ്ടെങ്കും നിന്റെ ഭയത്തിന്റെ സമയത്ത് ഉണ്ണകില്ലാണ്ട് സന്ദർഭം വന്നുകൊണ്ട് കണ്ടെങ്കും ഏത് പെരുന്നാളാണ് നിക്ക് ഡ്രസ് എടുക്കുകയില്ലാണ്ട് കണ്ടെങ്കും നിന്റെ ഉമ്മക്കും ബാപ്പക്കും കൊറടിയാകണ്ട മനുഷ്യ ഉമ്മക്കും ബാപ്പക്കും മക്കല്ലാണ്ട് ആറുമില്ല മോനെ ഉമ്മ ബാപ്പ കഷ്ടത്തിൽ കട സന്ദർഭത്തിൽ രോഗത്തിൽ കട സന്ദർഭത്തിൽ പാട്ട നടച്ചുന്നത് പോലെ റായത്തക വന്നിട്ട് നിന്റെ ഉമ്മയുടെ ഹിദ്മത്ത് എടുക്കല റായത്തക ബിസി കിട്ടിയിട്ട് ഉമ്മ ചീനാറി കൊണ്ടുണ്ട് ഓളാ നോക്കുക ആളില്ല ഓളാണ്ട് ചെന്നപ്പോ റായത്തക നിന്റെ പറയുക ഇത്രയും വലിയ ഗോണത്തെ പോലെ കോണത്തെ പോലത്തെ മോണില്ലേ മക്കയില്ല മറുമക്കയില്ല അങ്ങന്റെ സങ്കട്ടായിട്ട് നോക്കുകയോ പോണ്ടില്ലടാ ചെന്നിട്ട് അങ്ങാറും നോക്കല നീ ചത്തൽ പിന്നമേ നിന്റെ ഉമ്മടെ നോക്കുവറ് നീ തീനൽ പിന്നമേ നിന്റെ ബാപ്പടങ്ങ റായത്ത് നോക്കുവറ് നീ ഇത്രയും വലിയ കള്ള് പോലെ ഇന്നിട്ടും റായത്തങ്ങ സമയത്ത് നീ നിൽക്കുന്ന സന്ദർഭത്തിൽ അങ്ങ് നോക്കല നിന്റെ ബാപ്പക്ക് നീണല്ലാണ്ട് വേറെ ആറുമില്ലടാ അങ്ങ് മരിക്കൊക്കെ കിടക്കണ സന്ദർഭത്തിൽ വയത്ത് കൊറിയത്തി തണ്ണി വീത്തക്കു നീണല്ലാണ്ട് ആറുമില്ലടാ പെണ്ണ് നിന്റെ ഉമ്മക്ക് നീണല്ലാണ്ട് ആറുള്ളീടി ചിലപ്പോ നിന്റെ മാമിക്ക് നീന് മോളെ പോലെ നിന്റെ കാക്കക്ക് മോളെ പോലെ ഒരു നാള് നിൽക്കും മറുമക്ക മറുകുണ്ട് അങ്ങനത്തെ ഒരു നാള് നിൽക്കും പണ്ടതുണ്ട് ഇതെല്ലാം ചിന്തനാക്കണം എന്റെ പഴക്കത്തേക്ക് വിരാമാക്കട്ട നല്ലൊരു പെണ്ണാവൂ നല്ലൊരു ആണാവൂ നല്ലൊരു മോണാവൂ നല്ലൊരു
മോളാവോ അല്ലാഹുടെ പേടിക്കടങ്ങാവോ നല്ലൊരു ബാപ്പാവോ മക്കളെ പിരിസബീക്കട ബാപ്പാവോ മക്ക തപ്പുമ്പത്തുക്ക് തിത്തുപടിയാപ്പട അവിടെ ബാക്കട ബാപ്പാവോ പെണ്ണെ ഉമ്മമാരെ ബാങ്കട ശബ്ദം കേൾക്കുമ്പത്തുക്ക് സുബഹി നിസ്കാരത്തെ കാണും ഉള്ളു നീ ചന്ദ്രകാത് നിന്റെ മക്ക തഹജ്ജുദ് നിസ്കരിക്കണ മക്കാവട്ടോ അത് ആദത്താവട്ടെ നിന്റെ ഉത്തിൻ്റെ പെണ്ണമക്കാവട്ടോ ആണമക്കാവട്ടോ മക്കൾ നിസ്കാര കഴിഞ്ഞാൽ പിന്നെ മൊബൈലുള്ള ബന്ധാക്കി വീച്ചിട്ട് പരിശുദ്ധ ഖുർആൻ ഓതുന്ന മക്കാവട്ടോ നിന്റെ മക്ക ഖുർആൻ ഓതുക സ്വഭാവം അങ്ങനത്തെ സ്വഭാവ പരിപാടി കൊടു നിന്റെ മക്ക ദുആരക്കണ സ്വഭാവ പരിപാടി കൊടു നീ നാളെ ഖബറുക്ക് പോയപ്പോ നിന്റെ മേൽഭാഗത്ത് പാമ്പും തേളും പുളും വന്ന് ചുറ്റി നടക്കുന്ന സന്ദർഭത്തിൽ നിന്റെ മക്കളെ ദുആ അകത്തേക്കും മനുഷ്യ നിന്റെ മക്കളെ ഖുർആൻ അകത്തേക്കുമോട് ഇതെല്ലാം റെഡിയാക്കി പോ നീ നാളെ മരിച്ചത് 6 അടി മണ്ണ് യാത്ര അവിടെ കാണുമെന്നുള്ളു മക്കള് ഈ ദുനിയാവിൽ നിനക്ക് പ്രൊട്ടക്ഷൻ കണ്ട് അറിയേണ്ട തരിയണ ഈ ദുനിയാവിൽ നിനക്ക് അഭിവൃദ്ധിയാവും നല്ലാവും മനസ്സുണ്ടാ ഈ ദുനിയാവിൽ നല്ലവനാവും മനസ്സുണ്ടാ നിന്റെ ഉമ്മ ബാപ്പ ദ്വാര കാണ്ട് നീ നല്ലവനാവില്ല ഹയാത്ത് കാലത്ത് നിന്റെ ഉമ്മ ബാപ്പയുടെ ദ്വാരത്തില് നിനക്ക് അഭിവൃദ്ധി ആവുക സാധ്യ മരിച്ചൽ പിന്നെ മക്കള് ഉമ്മ ബാപ്പ മരിച്ചെങ്ക ഖബറിൽ രക്ഷപ്പെടണ മക്ക ദ്വാര കാണ്ട് രക്ഷപ്പെടുക സാധ്യയില്ല മക്ക ദ്വാര കാണ്ട് ഖബറിൽ നിന്ന് ഉമ്മക്കും ബാപ്പക്കും രക്ഷപ്പെടുക സാധ്യയില്ല ബാപ്പയും ഉമ്മ ദ്വാര കാണ്ട് ഹയാത്തിൽ നിന്ന് മക്കൾക്ക് രക്ഷപ്പെടുക സാധ്യയില്ല രണ്ടും പരസ്പര ബന്ധവേണായതുമാണ് അതുകൊണ്ട് ചെറിയ വയസ്സിലെ ദീനി പഠിപ്പാട്ട് ചെറിയ വയസ്സിലെ ഖുർആൻ ഓതുക പഠിപ്പാട്ട് ചെറിയ വയസ്സിലെ നിസ്കാര ഖലാവാണ്ട് ജവാബ്ദാരി നിസ്കരിക്കുക പഠിപ്പാട്ട് നല്ല നല്ല സൽക്കർമ്മ പള്ളിയുടെ പരിസരത്ത് നടക്കുന്ന സന്ദർഭത്തിൽ മജ്ലിസും നൂറും സാലിഹ്യങ്ങളും ആലിമീങ്ങളും ആരിഫീങ്ങളെ സ്മരണ നടക്കുന്ന സന്ദർഭത്തിൽ ആണും പെണ്ണും പൂർണ്ണമായിട്ട് ഭാഗിയായിട്ട് വെമ്പള കൊടുക്കുന്നങ്ങാവട്ടോ സുന്ദരമായ മദ്രസത്തിൽ ഉസ്താദുമാർ ദീനി പഠിപ്പാട്ട സന്ദർഭത്തിൽ പൂർണ്ണ ഉസ്താദുമാർക്ക് ധൈര്യവും വെമ്പളവും സൗകര്യാക്കും കൊടുത്തിട്ട് അല്ലാഹുവിന്റെ ദീനിന്റെ അഭിവൃദ്ധി വേണ്ട പ്രയത്നം കറോ അങ്ങനത്തെ സുന്ദരമായ ഒരു അന്തരീക്ഷം ഉണ്ടാവട്ടെ മനുഷ്യരെ.